എഡിറ്റേഴ്സ് അവർ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. സ്നേഹസ്പർശം പോലെ DGP ജേക്കബ് തോമസിന്റെ പുസ്തക പ്രകാശന ചടങ്ങിൽ നിന്ന് മുഖ്യമന്ത്രി വിട്ടുനിന്നു. നിയമപ്രശ്നങ്ങൾ ഉള്ളതിനാൽ പോയില്ലെന്ന് മുഖ്യമന്ത്രി. പുസ്തകം എഴുതിയത് സർക്കാരിന്റെ അനുമതി വാങ്ങാതെയെന്ന് പ്രതിപക്ഷം. പ്രകാശന ചടങ്ങ് ഉപേക്ഷിച്ചു. തിരുവനന്തപുരം പുല്ലുവിളയിൽ മനുഷ്യജീവൻ കടിച്ചെടുത്ത് വീണ്ടും തെരുവ് നായ്ക്കൾ. കൊല്ലപ്പെട്ടത് മധ്യവയസ്കനായ മത്സ്യത്തൊഴിലാളി. പ്രദേശത്ത് ഹർത്താലും റോഡ് ഉപരോധവും. മരിച്ചയാളുടെ കുടുംബത്തെ സഹായിക്കുമെന്ന് KT ജലീൽ. സർക്കാർ നിഷ്ക്രിയതയുടെ ദുരന്തഫലമെന്ന് പ്രതിപക്ഷം. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിൽ സർക്കാർ ധവളപത്രം പുറത്തിറക്കണമെന്ന് VS നിയമസഭയിൽ. കരാറിന് പിന്നിലെ കോഴക്കോടികൾ എത്രയെന്ന് പുറത്തു കൊണ്ടുവരണം. ADB സഹായത്തോടെയുള്ള സുസ്ഥിര നഗരവികസന പദ്ധതി പാളിയെന്ന് CAG റിപ്പോർട്ട്. ജിഷ്ണു കേസിൽ നീതി തേടി കുടുംബം വീണ്ടും DGPക്ക് മുൻപിലേക്ക്. ഇനി പ്രതീക്ഷ TP സെൻകുമാറിലെന്ന് ജിഷ്ണുവിന്റെ പിതാവ് അശോകൻ. നിലവിലുള്ള അന്വേഷണ സംഘം ശ്രമിക്കുന്നത് കേസ് അട്ടിമറിക്കാൻ. കൽക്കരി കുംഭകോണ കേസിൽ മുൻ വകുപ്പ് സെക്രട്ടറി HC ഗുപ്തയ്ക്ക് 2 വർഷം തടവ്. ബാബറി മസ്ജിദ് കേസിൽ ലക്നൌ കോടതിയിൽ വിചാരണ പുനരാരംഭിച്ചു. LK അദ്വാനിയും മുരളി മനോഹർ ജോഷിയും ഹാജരാകും. മുഖ്യമന്ത്രി വിട്ടുനിൽക്കുമെന്ന് അറിയിച്ചതിനെ തുടർന്ന് DGP ജേക്കബ് തോമസിന്റെ പുസ്തക പ്രകാശന ചടങ്ങ് ഉപേക്ഷിച്ചു. നിയമപ്രശ്നങ്ങൾ ഉള്ളതിനാലാണ് ചടങ്ങിന് പോകാത്തതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. DGP പുസ്തകം എഴുതിയത് സർക്കാരിന്റെ അനുമതി വാങ്ങാതെയാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നത്. ബാർക്കോഴ, പാറ്റൂർ തുടങ്ങിയ അഴിമതി കേസുകളിൽ മുൻ ഭരണാധികാരികളുടെ ഇടപെടൽ തുറന്നു പറയുന്ന സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോഴെന്ന ജേക്കബ് തോമസിന്റെ ആത്മകഥയുടെ പ്രകാശനം വൈകുന്നേരം 5 മണിക്ക് മുഖ്യമന്ത്രി നിർവഹിക്കാനാണ് നേരത്തെ തീരുമാനിച്ചത്. പുസ്തകത്തിന്റെ ഉള്ളടക്കം വിവാദമായതോടെ എതിർപ്പുമായി പ്രതിപക്ഷം രംഗത്തെത്തി. മുഖ്യമന്ത്രി ചടങ്ങിൽ പങ്കെടുക്കരുതെന്നാവശ്യപ്പെട്ട് മുൻമന്ത്രി KC ജോസഫ് MLA ആണ് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയത്. ഒരു IPS ഉദ്യോഗസ്ഥൻ സർവീസിലിരിക്കെ സർവീസ് രഹസ്യങ്ങൾ വെളിപ്പെടുത്തി പുസ്തകം എഴുതുന്നത് ചട്ടവിരുദ്ധമെന്നായിരുന്നു KC ജോസഫിന്റെ കത്ത്. സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെ എഴുതി പുറത്തിറക്കുന്ന പുസ്തകത്തിന്റെ പ്രകാശനവും ചട്ടവിരുദ്ധമാണ്. KC ജോസഫിന്റെ കത്ത് ലഭിച്ചതോടെ പുസ്തക പ്രകാശന ചടങ്ങിൽ നിന്നും വിട്ടുനിൽക്കാൻ മുഖ്യമന്ത്രി തീരുമാനിച്ചു. ലോ സെക്രട്ടറിയുടെ അഭിപ്രായം അതിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്നാണ്. അങ്ങനെ പ്രശ്നങ്ങളുള്ള ഒരു സാഹചര്യത്തിൽ പിന്നെ ഞാൻ പോകുന്നത് ഭംഗിയല്ല, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് ഗ്രന്ഥകാരൻ ജേക്കബ് തോമസും തീരുമാനിച്ചു. ഒടുവിൽ ചടങ്ങ് തന്നെ റദ്ദാക്കിയതായി സംഘാടകർ അറിയിക്കുകയായിരുന്നു. പുസ്തകം വിപണിയിൽ ലഭ്യമാകുമെന്ന് ജേക്കബ് തോമസ് അറിയിച്ചു. വിവിധ കേസുകളിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടക്കമുള്ളവരുടെ പങ്ക് എടുത്തു പറയുന്നതാണ് പുസ്തകം. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വിഷയത്തിൽ രാജു എബ്രഹാം CPIM, രാജ്മോഹൻ ഉണ്ണിത്താൻ കോൺഗ്രസ്, AN രാധാകൃഷ്ണൻ BJP, CR നീലകണ്ഠൻ ആം ആദ്മി പാർട്ടി എന്നിവർ. ആദ്യം ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, പുസ്തക പ്രകാശന ചടങ്ങിന് എത്താതിരിക്കാനുള്ള കാരണമായി മുഖ്യമന്ത്രി കറന്റ് ബുക്സിനെ അറിയിച്ചത് ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട്. അവിടെ കോൺഗ്രസ് പ്രവർത്തകർ പരിപാടി അലങ്കോലമാക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടൊരു ക്രമസമാധാന പ്രശ്നം ഒഴിവാക്കണം എന്നാണ്. അദ്ദേഹം പൊതുമാധ്യമങ്ങളോട് പറഞ്ഞത് KC ജോസഫ് ഒരു കത്ത് കൊടുത്തിട്ടുണ്ട്, അതിന്റെ അടിസ്ഥാനത്തിൽ ലോ സെക്രട്ടറിയിൽ നിന്ന് നിയമോപദേശം തേടിയപ്പോൾ പോകേണ്ട എന്ന ഉപദേശം കിട്ടി എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ജേക്കബ് തോമസിന്റെ പുസ്തകം പ്രകാശനം ചെയ്യപ്പെടരുത് എന്ന് കോൺഗ്രസ് ആഗ്രഹിച്ചത്? ഉമ്മൻചാണ്ടി വിമർശനാതീതനാണ്, അദ്ദേഹത്തെക്കുറിച്ച് ഒരു വരി ആരും പുസ്തകത്തിൽ എഴുതിക്കൂടാ എന്ന കാഴ്ചപ്പാടുണ്ടോ കോൺഗ്രസിന്? ഇല്ല, ഉമ്മൻചാണ്ടിയെക്കുറിച്ച് കഴിഞ്ഞ 5 വർഷക്കാലമായി കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാത്തതായിട്ട് വല്ല കാര്യമുണ്ടോ? അതിനപ്പുറത്തിന് എന്ത് കാര്യമാണ് ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറയാനുള്ളത്? അപ്പോൾ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറയാനും പറയാൻ പാടില്ലാത്തതുമായ എല്ലാ കാര്യങ്ങളും മാധ്യമങ്ങളിലൂടെ കഴിഞ്ഞ 5 വർഷക്കാലമായി വിചാരണ നടത്തുകയായിരുന്നു. അപ്പോൾ അതിനപ്പുറത്തിന് ഒരു കാര്യവും ജേക്കബ് തോമസിന് പറയാനുമില്ല, നാട്ടുകാർക്ക് അറിയാനുമില്ല. അതല്ല ഇവിടെ പ്രശ്നം. ഈ പുസ്തകത്തിലൂടെ എന്തു പറഞ്ഞു എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു സർവീസിലിരിക്കുന്ന IPS ഉദ്യോഗസ്ഥന്മാർക്ക് ബാധകമായ പോലീസ് ഫോഴ്സസ് ആക്ട് ഉണ്ടല്ലോ, അതിനകത്ത് പിന്നെ റെസ്ട്രിക്റ്റഡ് റൈറ്റ്സ് ആണ്. ആ 966 ആക്ടിൽ ഒരു IPS ഉദ്യോഗസ്ഥന് ഇങ്ങനെ ചാനലുകൾക്ക് അഭിമുഖം കൊടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു പുസ്തകം എഴുതാൻ പറ്റുമോ? എഴുതാൻ പറ്റും. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പെർമിഷനോടുകൂടി എഴുതാൻ പറ്റും. ഇവിടെ ജേക്കബ് തോമസിന് ആ പെർമിഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ജേക്കബ് തോമസിന് കേന്ദ്ര ഗവൺമെൻറ് പെർമിഷൻ ഉണ്ടെങ്കിൽ പുസ്തകം എഴുതാം, അഭിമുഖം കൊടുക്കാം. അതില്ലാതെ അദ്ദേഹം കൊടുത്താൽ ചട്ടവിരുദ്ധമാണ്, നിയമവിരുദ്ധമാണ്. അപ്പോൾ സ്വാഭാവികമായി ഞങ്ങൾ അത് മാത്രമേ ചൂണ്ടിക്കാണിച്ചുള്ളൂ. ഈ പുസ്തകം എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഞാനത് വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഉമ്മൻചാണ്ടിയുടെ പേര് പറയുന്നില്ല, ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഒരു പരാമർശം മാത്രമേ ഉള്ളൂ. ആ പരാമർശം ഈ ജേക്കബ് തോമസിൻ്റെ വായിൽ നിന്ന്
100 പ്രാവശ്യം കേരളത്തിലെ പൊതുജന സമൂഹം കേട്ട കാര്യമാണ്. അപ്പോൾ പിന്നെ ഈ പുസ്തകത്തിന് എന്താ പുതുമ? ഈ പുസ്തകത്തിന് ഒരു പുതുമയില്ല. ഈ പുസ്തകത്തിൽ പുതുമയെന്ന് പറയാൻ കഴിയുന്ന ഇപ്പോൾ ദിവാകരനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റു ചില ആളുകളെ കുറിച്ചോ ഉള്ള കാര്യങ്ങളാണ്. KM മാണിയെ കുറിച്ചുള്ളതും K ബാബുവിനെ കുറിച്ചുള്ളതും ഉമ്മൻചാണ്ടിയെ കുറിച്ചുള്ളതും ഒക്കെ കേരളത്തിലെ പൊതുജന സമൂഹം കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ശരി, അതിൽ പുതുമയില്ല എന്നാണ് താങ്കൾ വാദിക്കുന്നത്. അപ്പോൾ അതിന്റെ ഉള്ളടക്കത്തെ ഭയമില്ല. ശ്രീ CR നീലകണ്ഠൻ, താങ്കൾ കരുതുന്നുണ്ടോ ഇവിടെ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ശരിയായാണ് ചട്ടം ഉദ്ധരിച്ചത്, ആ ചട്ടപ്രകാരമല്ല ജേക്കബ് തോമസ് പുസ്തകം എഴുതിയിട്ടുള്ളത് എന്ന് ചൂണ്ടിക്കാണിക്കുക മാത്രമാണോ ഉണ്ടായിട്ടുള്ളത്, അതോ ആ പുസ്തകത്തിന്റെ ഉള്ളടക്കത്തെ ആരൊക്കെയോ ഭയക്കുന്നുണ്ട് എന്ന് കരുതണമോ? തീർച്ചയായിട്ടും ഒരാൾ കുറ്റം ചെയ്തിട്ടുണ്ട് എങ്കിൽ അദ്ദേഹത്തെ ശിക്ഷിക്കാം. ഈ രാജ്യത്ത് സർവീസ് ചട്ടങ്ങളുണ്ട്. ഞാനും സർവീസിൽ ഇരുന്നിട്ടുള്ള ആളാണ്. നമ്മളൊരു പുസ്തകം എഴുതുന്നു. ആ പുസ്തകം എഴുതുമ്പോൾ ആ പുസ്തകത്തിനെതിരെ പിന്നെ നടപടിയെടുക്കാം. പുസ്തകം പ്രകാശനം ചെയ്യാൻ പാടില്ല, അതിൽ മുഖ്യമന്ത്രി പങ്കെടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആ ലക്ഷ്യത്തിലല്ല. സുഹൃത്ത് രാജ്മോഹൻ ഉണ്ണിത്താനോട് ഞാൻ വിയോജിക്കുന്നു. അദ്ദേഹം ഒരു കുറ്റം ചെയ്തു എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നടപടിയെടുക്കാൻ പറയൂ, അതാ പറയേണ്ടത്. അല്ലാതെ അദ്ദേഹത്തിന്റെ ഇതിൽ പ്രകാശനം ചെയ്യുന്നതിന് ഇതിനെ തടസ്സപ്പെടുത്തണേ. പുസ്തകം അച്ചടിച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രകാശനം ചെയ്യുന്നതിൽ എന്താ പ്രത്യേകതയുള്ളത്? എനിക്കത് മനസ്സിലായിട്ടില്ല. 1. 2, സ്രാവുകൾക്കൊപ്പം നീന്തുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായത് ഇടത്തും വലത്തും സ്രാവ് ഉണ്ടെന്നാണ്. ഇപ്പൊ KM മാണിക്കെതിരെ വന്നാൽ അത് പിണറായി വിജയനും അത്ര ഇഷ്ടപ്പെട്ടോളുന്നില്ല ഇന്നത്തെ നിലയ്ക്ക്. അതും ആവാം. C ദിവാകരനെതിരെ വന്നാൽ LDFിലും പ്രശ്നം ഉണ്ടായേക്കാം. അപ്പൊ KC ജോസഫ് കൊടുത്തൊരു കത്ത് എന്താന്ന് ഞാൻ കണ്ടിട്ടില്ല. പങ്കെടുക്കരുത് എന്നാണ് കത്ത് കൊടുത്തെങ്കിൽ അത് പങ്കെടുക്കരുതെന്ന് പറയാൻ KC ജോസഫിന് ഒരു അവകാശമില്ല. അദ്ദേഹത്തിന് ജനാധിപത്യ അവകാശമുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് നടപടി എടുക്കേണ്ടത് നടപടിയായിട്ട് എടുക്കുക, നിയമമായിട്ട് എടുക്കുക. ഇവിടെ അഴിമതി ചെയ്യുന്നത് കുറ്റമല്ല, അഴിമതി ചെയ്തു എന്ന് പറയുന്നത് കുറ്റമാണ്. അഴിമതി ചെയ്തവരൊക്കെ കേസിൽ നിന്ന് രക്ഷപ്പെട്ടു പോകും. പക്ഷെ അഴിമതി ചെയ്തു എന്ന് പറയുന്നവർ കുറ്റകൃത്യത്തിന് അവരുടെ പേരിൽ കുറ്റെടുക്കുക. ഇവിടെ ഒരു റൈറ്റ് ടു എക്സ്പ്രഷൻ, അതിന്റെ ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് എന്താണ്? അദ്ദേഹം സർവീസാണ്. ഇവരാരെങ്കിലും പരിശോധിച്ചു അദ്ദേഹത്തിന് പെർമിഷൻ ഉണ്ടോ എന്ന്? എനിക്കറിയില്ല. പെർമിഷൻ ഇല്ലെങ്കിൽ അതിനുള്ള റൂൾ എന്താ? കേന്ദ്ര ഗവൺമെന്റ് അദ്ദേഹത്തിനെതിരെ അല്ലെങ്കിൽ ഒരു പരാതി കൊടുത്താൽ എടുത്ത് നടപടി എടുക്കുക. അതിന് പ്രകാശനവുമായി എന്ത് ബന്ധം? പുസ്തക പ്രകാശനം ചെയ്യാൻ അതാണ് താങ്കളുടെ വാദഗതി. അതിന്റെ ഉത്തരവും വളരെ എളുപ്പത്തിൽ കിട്ടും നമുക്ക്. CR നീലകണ്ഠൻ, പ്രകാശനം ഒഴിവാക്കണം എന്ന് സർക്കാർ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിലപാട് ആരും എടുത്തിട്ടില്ല. ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. ശ്രീ AN രാധാകൃഷ്ണൻ, പോലീസ് ഫോഴ്സസ് ആക്ട് 1968 ക്ലോസ് 1 സെക്ഷൻ 3 അനുസരിച്ച് ഇവിടെ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ജേക്കബ് തോമസിന് ഇങ്ങനൊരു പുസ്തകം പബ്ലിഷ് ചെയ്യാൻ സാധിക്കില്ല, ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് അനുമതി ലഭിക്കേണ്ടതുണ്ട്. ഇത് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയുടെ ഭാഗമായി തീരേണ്ടതുണ്ട്. അങ്ങനെ ഒന്നില്ല എന്ന് ബോധ്യമായ നിലയ്ക്ക് നിയമ സെക്രട്ടറിയുടെ ഉപദേശം കിട്ടിയ സ്ഥിതിക്ക് മുഖ്യമന്ത്രി ആ പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നു എന്നുള്ളത് ഒരു ഔചിത്യം മാത്രമല്ലേ? ഞാനിതിനെ ഇപ്പോൾ ഈ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയത്തിനപ്പുറത്തേക്ക് ഈ വിഷയത്തിൽ പോവുകയാണ്. 1998 കൊച്ചി പോലീസ് കമ്മീഷണറായിരുന്ന കാലയളവിൽ ഈ പുസ്തകത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പരാമർശമുള്ളതാണ്. അബ്ദുൽ നാസർ മദനിയെ അറസ്റ്റ് ചെയ്യണമെന്ന് അന്നത്തെ IG ജേക്കബ് പുന്നൂസ് ആവശ്യപ്പെട്ടു. ആ ജേക്കബ് പുന്നൂസിൻ്റെ ആവശ്യത്തെ നിരാകരിച്ചു എന്ന് അദ്ദേഹം പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ സർവീസിലിരിക്കുന്ന ഒരാൾ ഇതിനു മുമ്പുണ്ടായിരുന്ന IG, പ്രത്യേകിച്ച് ദക്ഷിണ മേഖല IG, മധ്യമേഖല IG എടുത്തിട്ടുള്ള ഒരു ഉത്തരവിനെതിരായി താൻ നിലപാട് സ്വീകരിച്ചു, മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട് ഞാനൊരു നിലപാട് സ്വീകരിച്ചു എന്ന് അദ്ദേഹം പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അത് ഒരുപാട് കാര്യങ്ങൾ ഉയർത്തുന്നുണ്ട്. അതിലൊന്ന്, പോലീസ് സംവിധാനം എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണഗതിയിൽ നിയമപാലനവുമായി ബന്ധപ്പെട്ടൊരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. അതിൻ്റെ ഒരു മുഖ്യ പങ്കാളിത്തം വഹിക്കുന്നൊരു തലവൻ, ആ തലവനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അച്ചടക്കം എന്നുള്ളൊരു ഭാഗത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പാർട്ട് എന്താണ്? മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഉദ്ഘാടനത്തിന് വരുന്ന സമയത്ത്, ഇപ്പോൾ മുഖ്യമന്ത്രി വേറെ ചില കാര്യങ്ങൾ പറഞ്ഞാണ് ഉദ്ഘാടനത്തിന് വരാത്തത്, ഞാൻ വേറെ വിഷയത്തിലേക്കാണ് കിടക്കുന്നത്. മുഖ്യമന്ത്രി ഇതിനകത്ത് പങ്കെടുക്കാതിരുന്നത് ഈ വിഷയത്തിലായിരുന്നെങ്കിൽ എനിക്ക് മനസ്സിലാകുമായിരുന്നു. മുഖ്യമന്ത്രി ഇതിലിപ്പോൾ പങ്കെടുക്കാതിരുന്നതിൻ്റെ വിഷയം വേറെ സൂചിപ്പിച്ച സാഹചര്യത്തിൽ മുഖ്യമന്ത്രി അതിൽ വന്നിരുന്നെങ്കിൽ എന്ത് സന്ദേശമാണ് പൊതുവെയുള്ള ഈ പോലീസ് സംവിധാനത്തിന് കൊടുക്കാൻ കഴിയുക? ഒരു മിനിറ്റ്. ഒന്ന്, ഈ പുസ്തകത്തിൽ ഈ സാധനം ഉണ്ടല്ലോ, ഞാൻ അതിലേക്കാണ് വരുന്നത്. 2, ഈ വിഷയം ഉണ്ടാകുന്ന സമയത്ത് അന്നത്തെ മുഖ്യമന്ത്രിയായ EK നയനാർ ഇദ്ദേഹത്തിനെതിരായി ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നടപടി സ്വീകരിക്കുകയും
ഇദ്ദേഹം തന്നെ സൂചിപ്പിക്കുന്നു, ഇന്നേ വരെ യൂണിഫോം ഇടാനുള്ള അവസരം ഉണ്ടാകാതിരുന്നത് നയനാരുടെ ഈ സംഭവവികാസത്തിന് ശേഷമാണ് എന്നാണ്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് മുഖ്യമന്ത്രി പദവിയിലിരിക്കുന്ന ശ്രീമാൻ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഈ പുസ്തക പ്രകാശനം അല്ലെങ്കിൽ പുസ്തകവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നാളെ തിരികൊളുത്തുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നയനാരെടുത്ത നിലപാടിനെക്കുറിച്ച് എന്താണെന്ന് അറിയാനുള്ള താല്പര്യമുണ്ടാകും. അപ്പോൾ തീർച്ചയായും ഈ പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ ഉദ്ദേശം എന്താണ്, അദ്ദേഹം ആരെയൊക്കെയാണ് പ്രതിയാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്, അത് വളരെ സീരിയസ് ആയിട്ടുള്ള വായന അതിൽ ആവശ്യം. തീർച്ചയായും നമുക്ക് അതിൻ്റെ കണ്ടന്റിലേക്ക് വിശദമായി പോകാം. അതിനു മുൻപ് ശ്രീ രാജു എബ്രഹാം, ഇന്നിപ്പോൾ മുഖ്യമന്ത്രി നിയമം ചൂണ്ടിക്കാണിച്ച്, നിയമോപദേശം ചൂണ്ടിക്കാണിച്ച് ഈ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് നേരത്തെ മുഖ്യമന്ത്രിക്ക് അറിയാത്ത കാര്യമാണോ? നേരത്തെ ഇതിൻ്റെ സംഘാടകർ ബന്ധപ്പെട്ട് ഈ പുസ്തകത്തിൻ്റെ പ്രതി അയച്ചു കൊടുത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നൊരു തീരുമാനം എടുത്തറിയിക്കുകയാകുമല്ലോ സ്വാഭാവികമായും ഉണ്ടാവുക. മുഖ്യമന്ത്രിയുടെ പരിപാടി അങ്ങനെയല്ലേ ഷെഡ്യൂൾ ചെയ്യുക. അപ്പോൾ ഈ പരിപാടി ഷെഡ്യൂൾ ചെയ്യുന്ന നേരത്ത് ഉണ്ടാകാതിരുന്ന നിയമപ്രശ്നം എങ്ങനെയാണ് ഈ ചടങ്ങ് നടക്കുന്നതിന് 2 മണിക്കൂർ മുൻപ് മാത്രം ഉണ്ടാകുന്നത്? അല്ല, ഇവിടെ ഇതിനു മുമ്പും സർവീസിലിരുന്ന ഉദ്യോഗസ്ഥന്മാർ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തിട്ടുണ്ട്. സർവീസ് ചട്ടങ്ങൾ വെച്ച് നോക്കുമ്പോൾ കർശനമായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സർക്കാരിൻ്റെ അനുമതി വേണം. ഇവിടെ മുഖ്യമന്ത്രി അത്തരം ഒരു പുസ്തക പ്രകാശന ചടങ്ങ് ഏറ്റത് ഒരു മുൻ കീഴ്വഴക്കത്തിൻ്റെ ഭാഗമായിട്ട് മാത്രം കൂട്ടിയാൽ മതി. അതല്ലാതെ ഒരു വലിയൊരു പ്രശ്നമായിട്ടൊന്നും കണക്ക് കൂട്ടണം എന്ന് എനിക്ക് അഭിപ്രായമില്ല. അപ്പോൾ അവിടെ ഒരു പരാതി ഉണ്ടാവുന്നു, KC ജോസഫിൻ്റെ പരാതി. അപ്പോൾ പരാതി ഉണ്ടായി കഴിയുമ്പോൾ സ്വാഭാവികമായും അത് ബന്ധപ്പെട്ട നിയമവകുപ്പിൻ്റെ അവരുടെ അഭിപ്രായം എന്താണ് എന്ന് അറിയാൻ മുഖ്യമന്ത്രി ശ്രമിച്ചു. അപ്പോഴാണ് അവിടെ സർവീസ് ചട്ടത്തിൻ്റെ പ്രശ്നം അവർ ഉയർത്തിയത്. അതോടുകൂടി ആ ചടങ്ങിൽ നിന്നും മുഖ്യമന്ത്രി പങ്കെടുക്കണ്ട എന്ന് തീരുമാനിച്ചു. ഇതാണ് യഥാർത്ഥത്തിൽ രാജു എബ്രഹാം ഈ സാങ്കേതികത്വം മാത്രമാണോ ഉള്ളത്? കറന്റ് ബുക്സിന്റെ മാനേജർ ജോണി അല്പസമയം മുൻപ് വിശദീകരിച്ചത് മുഖ്യമന്ത്രി ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് അറിയിച്ചതിനൊപ്പം, മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചതിനൊപ്പം, എന്നാൽ നിങ്ങൾ ചടങ്ങ് നടത്തിക്കൊള്ളൂ, ഒപ്പം ഉണ്ടാകും, ഇക്കാര്യത്തിൽ ഒപ്പം ഉണ്ടാകും എന്നുകൂടി അറിയിച്ചു എന്നാണ്. അത് അവരെ സാന്ത്വനിപ്പിക്കാൻ വെറുതെ പറഞ്ഞതായിരിക്കില്ലല്ലോ. അപ്പോൾ ഈ ചടങ്ങിൽ പങ്കെടുക്കാതിരിക്കാനുള്ള വലിയ സമ്മർദ്ദമുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ ഭൗതികമായ സാന്നിധ്യം അവിടെ വേണ്ട എന്ന് തീരുമാനിച്ചിട്ടേ ഉള്ളൂ എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? എന്തായാലും പുസ്തകം ഞാൻ കണ്ടിട്ടില്ല. പുസ്തകത്തെ സംബന്ധിച്ച് ചില വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. അവിടെ സമ്മർദ്ദം ഉണ്ടായോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ ചോദിച്ചാൽ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. എന്തായാലും നിയമവകുപ്പ് സെക്രട്ടറി ഇത് സംബന്ധിച്ച് ഒരു സർവീസ് ചട്ടം ഉയർത്തിയിട്ടുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. ആ സർവീസ് ചട്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായും മുഖ്യമന്ത്രിക്ക് ലഭിച്ച ഉപദേശം അത് മുഖവിലക്കെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി അവിടെ മാറി നിൽക്കുന്നു. അത് മുന്നോട്ട് പോകണോ പുറകോട്ട് പോകണോ എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറഞ്ഞിട്ടുള്ളതായിട്ട് എനിക്കറിയില്ല. എന്തായാലും മുമ്പ് ഇത് സംബന്ധിച്ച കുറേ കീഴ്വഴക്കങ്ങളുണ്ട്. പല ഉദ്യോഗസ്ഥന്മാരും ഇതുപോലെ സർവീസിലിരിക്കുമ്പോൾ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യം. ശരി, അതെ, അതുകൊണ്ട് ഇതൊക്കെ അമ്മട്ടിൽ സംഭവിച്ചതായിരിക്കുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ട്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നടന്നിട്ടുള്ള പ്രമാദമായ സംഭവങ്ങളുടെ പൊരുൾ എന്താണ് എന്ന് കൃത്യമായി വിശദീകരിക്കുകയാണ് ഇവിടെ ഈ ഉദ്യോഗസ്ഥൻ. സാധാരണ ഒരു രാഷ്ട്രീയ പ്രവർത്തകനോ അല്ലെങ്കിൽ മാധ്യമ റിപ്പോർട്ടറോ പറയുന്നതിനപ്പുറത്ത് കാര്യങ്ങൾ അന്വേഷിച്ചിരുന്ന വ്യക്തി പറയുമ്പോൾ അതിനുണ്ടാകുന്ന ക്രെഡിബിലിറ്റി എന്നുള്ളത് എത്ര വലുതാണ് എന്ന് അറിയാത്തതല്ലോ. പാറ്റൂർ കേസിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലെ പരാമർശം ഇങ്ങനെയാണ്: ഉന്നതങ്ങളിൽ നിന്നാണ് അഴിമതി നടക്കുന്നു എന്ന് ബോധ്യപ്പെട്ടത് പാറ്റൂർ കേസിലാണ് എന്ന്. അപ്പോൾ അതിൽ നിന്ന് ശരി, ഉമ്മൻചാണ്ടിയുടെ പേര് പറഞ്ഞിട്ടുണ്ടാകില്ല, കാര്യം എന്താണ് എന്ന് വ്യക്തമാണല്ലോ. അദ്ദേഹം ആ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനാണ്, ലോകായുക്തയിലെ അന്വേഷണ റിപ്പോർട്ട് ഇരിക്കുകയാണ്. ബാർക്കോഴ കേസ് സംബന്ധിച്ച് അദ്ദേഹം പറയുന്നത്, ഞാൻ തീരുമാനിച്ച രീതിയിൽ അന്വേഷണം പുരോഗമിക്കേണ്ടതില്ലെന്ന് തീരുമാനമുണ്ടായി.
കെ ബാബുവിനെ രക്ഷിക്കാൻ ഉത്തരവാദിത്തമുള്ളവരാണ് തീരുമാനമെടുത്തത്. ഇക്കാര്യത്തിൽ ആഭ്യന്തരമന്ത്രിക്ക് വിയോജിപ്പായിരുന്നു. അതായത് രമേശ് ചെന്നിത്തലയല്ല ബാർക്കോഴയുടെ അന്വേഷണത്തിൽ ഇടപെട്ടിട്ടുള്ളത്. കെ ബാബുവിന്റെ കേസ് അട്ടിമറിച്ചു എന്ന് മുൻപും ആരോപണമുണ്ടായിട്ടുണ്ട്. അത് രാഷ്ട്രീയ ആരോപണമാണ്. പക്ഷേ ആ കേസിന്റെ ചുമതല ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ തുറന്നു പറയുകയാണ് ആ കേസ് അട്ടിമറിക്കപ്പെട്ടു എന്ന്. അപ്പോൾ ഈ കണ്ടന്റിൽ, ഈ ഉള്ളടക്കത്തിൽ കോൺഗ്രസിന് ഒരാശങ്കയും ഇല്ലെന്നാണോ? അല്ല, ഞാനിവിടെ രാജു എബ്രഹാം പറഞ്ഞതിനോട് പൂർണ്ണമായി യോജിക്കുകയാണ്. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മുഖ്യമന്ത്രിയിൽ സമ്മർദ്ദം ചെലുത്താൻ ഞങ്ങൾക്ക് യാതൊരു കാരണവശാലും സാധിക്കരുത്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ നോമിനിയായി വന്ന മുഖ്യമന്ത്രിയാണ്. ഞങ്ങൾ കോൺഗ്രസ് പാർട്ടിക്കാരെ അല്ലെങ്കിൽ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അങ്ങനെ സമ്മർദ്ദം ചെലുത്തിയാൽ ആ സമ്മർദ്ദത്തിന് വിധേയനാകുന്ന ഒരാളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി എന്നുള്ള അഭിപ്രായം ആർക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നിയമപരമായ ചില കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ കാരണം അദ്ദേഹം കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി കൂടിയാണ്. സർവീസിൽ ഇരുന്നു കൊണ്ട് സർവീസ് ചട്ടം ലംഘിച്ച ഒരാളിന്റെ ആ ചട്ടലംഘനത്തെക്കുറിച്ച് ആഭ്യന്തരമന്ത്രിയായ മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തുകയാണ്. നാളെ ഈ ഉദ്യോഗസ്ഥനെതിരെ ഒരു പരാതി വന്നാൽ ആ പരാതിയെക്കുറിച്ച് അന്വേഷിച്ച് നടപടിയെടുക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട ആൾ മുഖ്യമന്ത്രിയാണ്. അപ്പൊ സ്വാഭാവികമായി മുഖ്യമന്ത്രി തന്നെ ഒരു ഉദ്യോഗസ്ഥൻ ഒരു ക്രൈം കമ്മിറ്റ് ചെയ്യുമ്പോൾ അതിൽ പോയി പങ്കാളിയായി കഴിഞ്ഞാൽ നാളെ അദ്ദേഹത്തിന്റെ സ്ഥിതി പരിങ്ങലാവും. അതുകൊണ്ട് സ്വാഭാവികമായി മുഖ്യമന്ത്രി ആ ചടങ്ങിൽ പങ്കെടുക്കാൻ പാടില്ല. അല്ലാതെ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് ഞങ്ങൾക്ക് യാതൊരു അഭിപ്രായമില്ല. മുഖ്യമന്ത്രി എന്തിനാ? സ്രാവിനോടൊപ്പം നീന്താൻ പോയ ആളല്ലേ അദ്ദേഹം. എന്തിനാ ഒരു നെത്തോലിയെ കണ്ട് പേടിക്കുന്നത്? ഇവിടെ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ കോൺഗ്രസോ അല്ലെങ്കിൽ കോൺഗ്രസിനൊപ്പമുള്ളവരോ സമ്മർദ്ദം ചെലുത്തേണ്ട ഈ പുസ്തകത്തിൽ തന്നെ താങ്കൾ വായിച്ചിട്ടുണ്ടല്ലോ സി ദിവാകരനെ കുറിച്ച്, ഇപ്പോൾ ഇടതുപക്ഷത്തുള്ള ആർ ബാലകൃഷ്ണ പിള്ളയെ കുറിച്ചൊക്കെ പരാമർശമുണ്ട്. അപ്പോൾ സമ്മർദ്ദം എന്നുള്ളത് കോൺഗ്രസ്സുകാർ തന്നെ ചെലുത്തണമെന്നില്ലല്ലോ. അഭിലാഷേ, ഞാൻ ഈ പുസ്തകം വായിച്ച ആളാണ്. അതുകൊണ്ട് ഈ പുസ്തകത്തിൽ എന്തൊക്കെ ഉണ്ടെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ആളാണ്. ഞാനിത് പറഞ്ഞത് മുഖ്യമന്ത്രിയോട് നിയമപരമായ ഒരു കാര്യം പറഞ്ഞു. നിയമ സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് ഒരു ഉപദേശം കൊടുത്തു. നേരത്തെ സെൻകുമാറിന്റെ കേസിലും ഈ നിയമ സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് കൊടുത്ത ഉപദേശം അന്ന് അദ്ദേഹം സ്വീകരിച്ചിരുന്നെങ്കിൽ, അഡ്വക്കേറ്റ് ജനറലിന്റെ ഉപദേശം സ്വീകരിക്കാതിരുന്നെങ്കിൽ 25,000 രൂപ കോടതി കെട്ടിവെക്കേണ്ട കാര്യമില്ല, നിരുപാധികം മാപ്പ് പറയേണ്ട കാര്യമില്ല. ഇവിടെ ശ്രീ നീലകണ്ഠൻ പറഞ്ഞതിനോട് ഞാൻ പറയാം, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും കേരളത്തിലെ പൊതുജന സമൂഹത്തിന് മുമ്പിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങൾ മാത്രമാണ്. ഇത് നമ്മൾ മാധ്യമ വിചാരണ നടത്തിയ പ്രശ്നമാണ്. ഈ പുസ്തക പ്രകാശനത്തിൽ ആഭ്യന്തരമന്ത്രിയായ മുഖ്യമന്ത്രി മാറി നിന്നിട്ട് ആ ചടങ്ങിൽ വിളിക്കപ്പെട്ട ആരെങ്കിലും ഒരാളെ കൊണ്ട് പുസ്തകം റിലീസ് ചെയ്ത് ഞങ്ങൾക്കെന്താ? ഇപ്പോ ഒരു കാര്യം അഭിലാഷിന്റെ ശ്രദ്ധയിൽ ഞാൻ പെടുത്താം. പുസ്തകം ഓൾറെഡി റിലീസായി കഴിഞ്ഞു. ഔദ്യോഗികമായ റിലീസ് മാറ്റിവെച്ചെങ്കിലും ഓൺലൈനിലും മറ്റു 4 മേഖലകളിലും ആ പുസ്തകം വ്യാപരിച്ചു കഴിഞ്ഞു. അപ്പോ പുസ്തകം റിലീസ്ഡ് ആണ്. അതിനകത്ത് തർക്കമൊന്നും വേണ്ട. തർക്കമൊന്നുമില്ല. അല്ല, അക്കാര്യത്തിൽ അല്ലെങ്കിൽ തർക്കമില്ല. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ശ്രീ CR നീലകണ്ഠൻ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പുസ്തകം പ്രസിദ്ധീകരിക്കരുത് എന്ന് ആരും ഒരു നിർദ്ദേശവും കൊടുത്തിട്ടില്ല. പുസ്തക പ്രകാശന ചടങ്ങ് നടത്തരുത് എന്നും ആരും ഒരു നിർദ്ദേശവും കൊടുത്തിട്ടില്ല. ആ പ്രകാശന ചടങ്ങിൽ നിന്ന് മുഖ്യമന്ത്രി വിട്ടുനിന്നു എന്നുള്ളതേ ഉള്ളൂ. ഈ പുസ്തകം ഇപ്പോൾ തന്നെ വിപണിയിൽ ലഭ്യമാണ്, ഓൺലൈനിലും ലഭ്യമാണ്, സ്റ്റോറുകളിലും ലഭ്യമാണ്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം, ഇതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. ദ പോലീസ് ഫോഴ്സസ് റെസ്ട്രിക്ഷൻ ഓഫ് റൈറ്റ്സ് ആക്ട് 1966 ക്ലോസ് 1 സെക്ഷൻ 3 പ്രകാരം സാഹിത്യപരമോ ശാസ്ത്രപരമോ അല്ലാത്ത പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിന് അല്ലെങ്കിൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിന് ഉദ്യോഗസ്ഥർക്ക് വിലക്കുണ്ട്. അങ്ങനെ അല്ലാത്ത പക്ഷം അവർ ഒന്നുകിൽ അനുമതി വാങ്ങണം അല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമാകണം. ഇവിടെ ഈ 2 കാര്യങ്ങളും ഇല്ലാത്തത് കൊണ്ട് തന്നെ സ്വാഭാവികമായും ഒരു ചട്ടലംഘനം നടക്കുകയാണ്. ആ ചട്ടലംഘനത്തിന് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഒരു ഭാഗഭാക്കായി പങ്കെടുക്കാൻ പറ്റില്ലല്ലോ. അല്ല, ഇവിടെ രണ്ട് മൂന്ന് പ്രശ്നങ്ങൾ. ഒന്ന്, പുസ്തകത്തിന്റെ പ്രകാശനം തടയാൻ രാജ്മോഹൻ ഉണ്ണിത്താനോ മുഖ്യമന്ത്രി പിണറായി വിജയനോ KC ജോസഫിനോ ഒന്നും കഴിയില്ലല്ലോ. കാരണം അങ്ങനെ വേണമെങ്കിൽ അത് വളരെ അപകടകരമായ എന്തെങ്കിലും പുസ്തകമാവണം. കാരണം ഇന്ത്യയിലെ ഒരു ഏത് പൗരനും ഒരു പുസ്തകം അടിച്ച് കൊടുക്കാൻ അവകാശമുണ്ട്, എഴുതാൻ അവകാശമുണ്ട്, അത് പ്രസിദ്ധീകരിക്കാൻ അവകാശമുണ്ട്. അത് തടയാൻ ഇവർ നോക്കിയിട്ട് കാര്യമില്ല. അത് തടയാൻ നോക്കാൻ അത്ര വിഡ്ഢികളല്ല. ഇവിടെ ഞാൻ കാണുന്നത് KC ജോസഫ് ഒരു അഭിപ്രായം പറഞ്ഞു. KC ജോസഫ് ഇത് പറയുമ്പോഴാണോ മുഖ്യമന്ത്രിക്ക് ഇത്തരം കാര്യങ്ങൾ തോന്നുന്നത്? നേരത്തെ അഭിലാഷ് ചോദിച്ച ചോദ്യമുണ്ട്. ഈ പുസ്തകം എന്താണെന്ന് മുഖ്യമന്ത്രി അറിയാത്തതല്ല.
സർവീസിലിരിക്കുന്ന ഉദ്യോഗസ്ഥനെ എഴുതുന്നതെന്നറിയാത്തതല്ല. ഇതിൽ ആരെക്കുറിച്ചൊക്കെ പരാമർശമുണ്ട് എന്ന് മുഖ്യമന്ത്രി വായിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന് വേണ്ടി ആരെങ്കിലും വായിക്കും. പ്രസാദനത്തിന് മുമ്പ് ഞാനും പ്രസാദനത്തിന് പോയിട്ടുള്ള കോപ്പി നമുക്ക് കിട്ടും. അപ്പോൾ ഇതൊക്കെ നേരത്തെ അറിഞ്ഞ് എന്തിനാണ് ലാസ്റ്റ് മിനിറ്റിൽ വന്നത് എന്ന ചോദ്യം വരുമ്പോഴാണ് സമ്മർദ്ദം എന്ന വാക്കിന്റെ അർത്ഥം വരുന്നത്. അത് കേവലം നിയമപരമായ സെക്രട്ടറിയുടെ ഒരു വാക്കിന്റെ പുറത്ത് മുഖ്യമന്ത്രി പോകാതിരുന്നതാണോ? സമ്മർദ്ദം രാജ്മോഹൻ ഉണ്ണിത്താൻ ചോദിച്ചു ശരിയാണ്. KC ജോസഫ് പറഞ്ഞാൽ മുഖ്യമന്ത്രി പോകാതിരിക്കണതിനാ? അപ്പൊ KC ജോസഫ് മാത്രമാവില്ല, ബാലകൃഷ്ണപിള്ളയുടെ പേരിലുണ്ട്, C ദിവാകരനുണ്ട്. ഇപ്പൊ മാണിയാണെങ്കിൽ പോലും മുഖ്യമന്ത്രിക്ക് ഇപ്പൊ അങ്ങനെ പിണക്കാൻ പറ്റില്ല. എന്തിനാ ഇവരെയൊക്കെ പിണക്കണേന്ന് മുഖ്യമന്ത്രി രാഷ്ട്രീയമായി ആലോചിച്ചാലും തെറ്റില്ലല്ലോ. ഈ പുസ്തകം ഇവരെയൊക്കെ കുറിച്ച് പറയുന്നുണ്ട്. മാത്രവുമല്ല, അഴിമതി അവിടെയാണ് പ്രശ്നം. ജേക്കബ് തോമസ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ അഴിമതിക്കെതിരായി നിലപാടെടുക്കുമ്പോൾ അതിനെക്കുറിച്ച് കാര്യമായി ശബ്ദിക്കാതെ അദ്ദേഹം പുസ്തകം എഴുതുമ്പോൾ പുസ്തകം എഴുതുന്നതിന് സർവീസ് ചട്ടത്തിന്റെ ഇന്ന വകുപ്പ് അനുസരിച്ച് അതിന് തടയിടാൻ പോകുന്ന അത് പുസ്തകം ഇറങ്ങിക്കഴിഞ്ഞിട്ടാണ് കേസെടുക്കണ്ടേ. ഇനി ആ കേസെടുക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് പറയാം ഞാനുണ്ട് എന്ന് കരുതിയിട്ടാണ് എടുത്തത്. ഇപ്പൊ ഏതെല്ലാം മന്ത്രിമാർ ഏതെല്ലാം ആളുകളുടെ പുസ്തക പ്രകാശനം ചെയ്യാൻ പോയിട്ടുണ്ട്. ഇവിടെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ സാഹിത്യവും കലയും ഒന്നും അല്ലാത്ത പുസ്തകങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ശരി, അതിൽ മുൻ ഉദാഹരണങ്ങളുണ്ട്. ശരിയാണ് ശ്രീ CR നീലകണ്ഠൻ. ശ്രീ രാജു എബ്രഹാം, ഇപ്പോ പെട്ടെന്ന് കോൺഗ്രസും CPIM ഒക്കെ ഇക്കാര്യത്തിൽ ഒറ്റ നിലപാടുകാരായതിന് പിന്നിൽ എന്താണ്? ഈ പുസ്തകത്തിൽ രണ്ടു കൂട്ടരെയും സ്പർശിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയല്ലേ അതിന്റെ കാരണം? C ദിവാകരനിൽ നിന്ന് പ്രതീക്ഷിച്ചത് C അച്യുതമേനോന്റെ സംശുദ്ധിയാണ്, പക്ഷേ അനുഭവം മറിച്ചായിരുന്നു എന്ന് എഴുതി വെച്ച ഒരു പുസ്തകം. KB ഗണേഷ് കുമാറിന് ശേഷം ട്രാൻസ്പോർട്ട് മന്ത്രിയായ R ബാലകൃഷ്ണപിള്ള മടങ്ങി വന്നപ്പോൾ അവിടെ അഴിമതി ഉണ്ടായി എന്ന് പരാമർശമുള്ള ഒരു പുസ്തകം. അത് പ്രസിദ്ധീകരിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ രാഷ്ട്രീയമായി ബുദ്ധിമുട്ടുണ്ട്. അതല്ലേ ഈ ചട്ടങ്ങളെക്കാൾ പ്രധാനമായി ഇന്നുണ്ടായിട്ടുള്ള സംഭവം? രാഷ്ട്രീയമായ ബുദ്ധിമുട്ടുണ്ടായിരുന്നുവെങ്കിൽ ഒരു കാരണവശാലും അത്തരം ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി അനുമതി കൊടുക്കില്ലായിരുന്നു. അപ്പോൾ എന്തായാലും പുസ്തകം മുഖ്യമന്ത്രി കണ്ടതാണ്. അപ്പോൾ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെയുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു കാരണവശാലും അനുമതി കൊടുക്കില്ല. പക്ഷെ ആ പ്രശ്നം അതോടുകൂടി ഇല്ല. ഏതെങ്കിലും ബാലകൃഷ്ണപിള്ളയുടെയോ അല്ലെങ്കിൽ C ദിവാകരൻ്റെയോ ഒക്കെ സമ്മർദ്ദത്തിൻ്റെ ഒരു പ്രശ്നം അവിടെ ഉദിക്കുന്നില്ല. പക്ഷെ ഇവിടെ പ്രശ്നം നമ്മുടെ സർവീസ് റൂളുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. പരാതിയൊന്നും ഇല്ലെങ്കിൽ സ്വാഭാവികമായും ചിലപ്പോൾ പങ്കെടുത്തങ്ങ് പോകും. അതാ ഒരു സ്റ്റേറ്റിൻ്റെ ഇത് ബാധിക്കുന്ന ഒരു വിഷയം. പക്ഷെ പരാതി ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അനന്തര നടപടിയിലേക്ക് ലോ സെക്രട്ടറിയുടെ അഭിപ്രായം അല്ലെങ്കിൽ മറ്റ് അത് സംബന്ധിച്ച് അഡ്വൈസ് കൊടുക്കാൻ ആളുകളുണ്ട്, അത് സംബന്ധിച്ച അവരുടെ അഭിപ്രായങ്ങളൊക്കെ തേടും. സ്വാഭാവികമാണ്. അങ്ങനൊരു നടപടിയായിട്ട് മാത്രമേ ഇതിനെ കണ്ടാൽ മതി. റൈറ്റ്, അങ്ങനെയാണ് കാണുന്നത്. ശ്രീ AN രാധാകൃഷ്ണൻ, ഇവിടെ ഏറ്റവും പ്രധാനമായി കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ അഴിമതി ആരോപണങ്ങളിൽ രണ്ട് പ്രധാനപ്പെട്ട കേസുകളിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു ഇദ്ദേഹം എന്ന പ്രത്യേകതയുണ്ട്. അദ്ദേഹം അന്വേഷിച്ച കാര്യങ്ങളിലാണ്, അതായത് ബാർക്കോഴയിലും പാറ്റൂർ വിഷയത്തിലുമാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്താണ് സംഭവിച്ചത് എന്ന് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. ബാർക്കോഴ കേസ് അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളത് രാഷ്ട്രീയമായ ആരോപണമായി ഉന്നയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതാ ഉദ്യോഗസ്ഥൻ എൻ്റെ കൈകൾക്ക് വിലങ്ങിട്ടിരുന്നു എന്ന് തുറന്നു പറയുന്ന ഒരു സന്ദർഭമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഈ പുസ്തകം വഴി ഇവിടെ ഉണ്ടാകുന്ന രാഷ്ട്രീയ ഐക്യം സ്വാഭാവികമല്ലേ? അല്ല, ഈ ഇപ്പോൾ സർവീസ് ചട്ട ലംഘനമാണ് എന്നുള്ളത് മുഖ്യമന്ത്രിക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും നേരത്തെ അഭിലാഷ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഞാൻ മനസ്സിലാക്കുന്നത് വലിയ രാഷ്ട്രീയ സമ്മർദ്ദം ഇതിൻ്റെ പിന്നിലുണ്ടെന്നാണ്. പ്രത്യേകിച്ച് ഈ പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയനുസരിച്ച് ഞാൻ വരുന്നതിന് മുമ്പ് കുറച്ച് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ടായത്. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പ്രധാനപ്പെട്ട വിഷയങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന ഒരു പ്രധാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം കെ ബാബുവിൻ്റെ വിഷയത്തിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് പരാമർശങ്ങളിലാണെങ്കിലും ഒക്കെ തന്നെ വലിയ ചർച്ചകൾക്ക് സാക്ഷ്യം വഹിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത്. അതുമൊക്കെ ചർച്ച ചെയ്യപ്പെടും. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സ് എനിക്ക് തോന്നുന്നു ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട പല കോണുകളിൽ നിന്നുള്ള വിഷയങ്ങളാണ് ഞാൻ എടുത്തത് ഇതിനെ സംബന്ധിച്ച്. അപ്പോൾ ഓരോ സമയത്തെ സംബന്ധിച്ച് ഓരോ വിഷയങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് രണ്ട് മുന്നണിയിലെ പ്രധാനപ്പെട്ട ആളുകളെ അതിശക്തമായി അടിവരയിട്ടുകൊണ്ട് അദ്ദേഹം അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ട്. ആ അഭിപ്രായ പ്രകടനത്തിനായിരിക്കും ഒരുപക്ഷെ മുഖ്യമന്ത്രി വളരെ പെട്ടെന്ന് ഇതിൽ നിന്ന് പിന്മാറിയത്. കാരണം അദ്ദേഹം ഇതിൽ പിന്മാറുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അദ്ദേഹം പിന്മാറുന്നത് 2-2.5 മണിക്കൂർ ഉണ്ടാണ്.
ആ പിന്മാറുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് അറിയാം ഇത് ചട്ടലംഘനമാണ് ഈ വിഷയത്തിലുണ്ടായിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നയനാരുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ അദ്ദേഹം വായിച്ചിട്ടുണ്ടാകണം. ആ സമയത്തൊന്നും അദ്ദേഹം നിലപാടെടുക്കാതെ ഇത് എന്നാലും ഈ പുസ്തക പ്രകാശന ചടങ്ങിന് പോകുന്നു, 1-ാം വാർഷികത്തിൽ വേറൊന്നും പറയാനില്ലാത്തതുകൊണ്ട് ഇതൊരു ചർച്ചയാവട്ടെ എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തി പോകാൻ തീരുമാനിച്ചതിന് ശേഷം അദ്ദേഹത്തിൽ ഈ സമ്മർദ്ദം വരാനുണ്ടായ തീർച്ചയായിട്ടും രാഷ്ട്രീയ സമ്മർദ്ദം താങ്കൾ സംശയിക്കുന്നുണ്ട്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, കേവലം ഈ പുസ്തകത്തിൻ്റെ കാര്യം മാത്രമല്ലല്ലോ, ഈ ജേക്കബ് തോമസ് പാറ്റൂർ കേസ് അന്വേഷിച്ച് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് ലോകായുക്തയിൽ ഇരുന്ന് ചിതലരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാർ കോഴ കേസിൽ ഈ സർക്കാർ വന്നതിന് ശേഷം നടന്നിട്ടുള്ള അന്വേഷണത്തിൻ്റെ ഗതി എങ്ങോട്ടാണ് എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ജേക്കബ് തോമസ് വിജിലൻസ് ഡയറക്ടറുടെ സ്ഥാനത്തില്ല എന്ന് മാത്രമല്ല, പ്രമാദമായിട്ടുള്ള കേസുകൾ അന്വേഷിക്കുന്ന വിജിലൻസിൻ്റെ ഡിവൈഎസ്പിമാരെ മുഴുവൻ മാറ്റിയിട്ടുണ്ട്. ഇനി വരുന്ന ഡിവൈഎസ്പിമാർ കേസ് അന്വേഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ട അവസ്ഥയാണ്. ഇടതുപക്ഷ സർക്കാർ 1 വർഷം ഭരിച്ചിട്ടും നിങ്ങളുടെ കാലത്തെ അഴിമതികൾ എന്ന് ആരോപിക്കപ്പെട്ട വിഷയങ്ങളിൽ അന്വേഷണം മുന്നോട്ട് പോയിട്ടില്ല അല്പം പോലും എന്നതുകൂടി ഇതിനോട് കൂട്ടിച്ചേർത്ത് വെച്ച് വായിക്കേണ്ടേ? അഭിലാഷേ, ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് വായിക്കണം. ഞാനൊരു കാര്യം പറയാം. ഞങ്ങളുടെ കാലത്താണ് ഈ ബാർക്കോഴ ആരോപണം ഉയർന്നു വന്നത്. അതിലെ പ്രതിയാണ് കെ എം മാണി. കെ എം മാണിക്ക് നിയമോപദേശം കൊടുക്കാൻ നാഗേശ്വർ റാവു എന്ന് പറയുന്ന വക്കീലിനെ ഞങ്ങൾ ചുമതലപ്പെടുത്തി. അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വന്ന ഫീസ് 7,70,00,000 ആ ഫീസ് കൊടുക്കാൻ അന്ന് ഞങ്ങളുടെ ക്യാബിനറ്റ് തീരുമാനിച്ചു. പക്ഷേ ഞങ്ങളുടെ ഗവൺമെൻറ് അവസാനത്തെ കാലത്തെ ക്യാബിനറ്റാണ് തീരുമാനിച്ച ആ തീരുമാനം ഒരു ക്യാബിനറ്റ് ഉപസമിതിയെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചു. അത് അഴിമതിയുടെ പട്ടികയിൽപ്പെടുത്തി. അവരത് തീരുമാനിച്ചു. ആ ഉപസമിതി പറഞ്ഞു ഇത് അഴിമതിയാണ്, നഗ്നമായ അഴിമതിയാണ്, ഇത് കൊടുക്കാൻ പറ്റില്ല. കഴിഞ്ഞ ആഴ്ച കൂടിയ ക്യാബിനറ്റ് കെ എം മാണിക്ക് UDF ഗവൺമെൻറ് കൊടുക്കാൻ തീരുമാനിച്ച 7,70,00,000 രൂപ ബാർക്കോഴയിൽ നിയമോപദേശം കൊടുത്ത വകയിലുള്ള കാശ് അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞ ക്യാബിനറ്റ്. ഞാനിപ്പോൾ പറഞ്ഞത് ഞങ്ങളുടെ കാലത്ത് ഉയർന്നു വന്ന ആരോപണങ്ങൾ ഞങ്ങൾ പോയിട്ട് ഇപ്പോൾ 1 കൊല്ലമായി. കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അദ്ദേഹത്തിന് ഇഷ്ടമുള്ളൊരു DGP ആണ് 1 വർഷം കേരളം ഭരിച്ചത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിശ്വസ്തനായ DGP ആണ് വിജിലൻസിൽ ഇരുന്ന ജേക്കബ് തോമസ്. എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ഗവൺമെൻറ് അടിച്ചമർത്താൻ ശ്രമിച്ച, അന്വേഷിക്കേണ്ടെന്ന് പറഞ്ഞ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും സ്വതന്ത്രമായി, നിഷ്പക്ഷമായി, നീതിപൂർവമായി അദ്ദേഹത്തിന് അന്വേഷിക്കാമായിരുന്നല്ലോ. ഞങ്ങളുടെ ഈ ഗവൺമെൻറ് കാലത്തല്ലേ ബാബുവിൻ്റെ വീട് റെയ്ഡ് ചെയ്തു, അദ്ദേഹത്തിൻ്റെ മക്കളുടെ കല്യാണ വീടുകൾ റെയ്ഡ് ചെയ്തു, ലോക്കറുകൾ റെയ്ഡ്. എന്നിട്ട് 1 വർഷം കഴിഞ്ഞിട്ടും ഏതെങ്കിലും ഒരു കേസിൽ കുറ്റപത്രം സമർപ്പിച്ച് ഈ പ്രതികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് എന്തെങ്കിലും ചെയ്യാൻ ഈ ജേക്കബ് തോമസിന് കഴിഞ്ഞു? ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യും കാലും കെട്ടിയിട്ടിരിക്കുകയല്ലോ. അദ്ദേഹം സ്വതന്ത്രമായി പറക്കുകയല്ലേ, എല്ലാ സ്വാതന്ത്ര്യമല്ലേ മുഖ്യമന്ത്രി ഇദ്ദേഹത്തിന് കൊടുത്തത്. അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന ബന്ധനങ്ങൾ ഇപ്പം ഇല്ല. പുസ്തകം ഞാൻ വായിച്ചു. ഈ മഹാത്മാഗാന്ധിയുടെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന് പറയുന്ന പോലെ പുസ്തകം നിറച്ച് ആത്മപ്രശംസയാണ്, ആത്മപ്രശംസ. എന്താ ദിലീപ് ചില പടത്തിൽ പറയും, ഓ എന്നെ കൊണ്ട് ഞാൻ തോറ്റു, ഓ എനിക്ക് എന്തൊരു ബുദ്ധിയാ. ജേക്കബ് തോമസും ഞാനെന്ന ഭാവത്തിൽ ജീവിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. ഇവിടെ നമ്മളെ സംബന്ധിച്ച് പറയാം, നക്സലൈറ്റ് വർഗീസിനെ വെടിവെച്ചു കൊന്നു. പോലീസ് രാമേന്ദ്രൻ നായർ എത്ര കൊല്ലം കഴിഞ്ഞിട്ടാ പറഞ്ഞത്? ഒരു DGP ലക്ഷ്മണ, IG ലക്ഷ്മണ ജീവപര്യന്തം തടവിന് ശിക്ഷ നേടി അദ്ദേഹം അകത്ത് കിടന്നില്ലേ? അപ്പോ സത്യത്തിന്റെ മുഖം എത്ര കൊല്ലം കഴിഞ്ഞാലും അത് സത്യമായി തന്നെ തുടരും. അപ്പോ ഈ ഉദ്യോഗസ്ഥൻ സർവീസിലിരുന്ന് ചെയ്യാതെ എന്ന് ഈ സത്യങ്ങൾ പുറത്തു പറഞ്ഞാലും ഇതിനകത്തൊരു ക്രൈം ഉണ്ടെങ്കിൽ ആ ക്രൈം നടത്തിയത് ആരാണോ അവർ നിയമത്തിന് മുമ്പിൽ ഹാജരാക്കപ്പെട്ടേ പറ്റൂ. ശരി, അതാണ് താങ്കളുടെ നിലപാട്. ശ്രീ രാജു എബ്രഹാം, എന്തുകൊണ്ട് ജേക്കബ് തോമസ് ഒരു പുസ്തകം എഴുതുന്നു എന്നുള്ളത് തന്നെ കൗതുകകരമാണ്. അദ്ദേഹം വിജിലൻസ് ഡയറക്ടറായി പ്രവർത്തിച്ചല്ലോ ഏതാണ്ട് 1 കൊല്ലം. അപ്പോൾ മുൻകാലങ്ങളിലുള്ള കാര്യങ്ങളൊക്കെ പരിഹരിച്ച് നിങ്ങൾ ചരടുകളില്ലാതെ വിടുകയായിരുന്നല്ലോ. അപ്പോൾ എല്ലാ കാര്യങ്ങളും പരിഹരിച്ച് കേസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടിയിരുന്ന ആ ഉദ്യോഗസ്ഥനെ എന്തുകൊണ്ട് മാറ്റിയെന്ന ഒന്നാമത്തെ ചോദ്യം. അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ തന്നെ എന്തുകൊണ്ട് ഈ കേസുകളിലൊക്കെ മാറ്റി എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യം. ഇങ്ങനെയൊക്കെയാണ് നടന്നത് എന്ന് ഒരു പുസ്തകം എഴുതി പറയേണ്ടി വന്ന ഗതികേട് ജേക്കബ് തോമസിന് ഉണ്ടായി എന്ന് മനസ്സിലാക്കിയാൽ പോരെ? ഇതിന് സർവീസ് സ്റ്റോറിയുടെ 2ാം ഘട്ടത്തിൽ അദ്ദേഹം വിജിലൻസ് ഡയറക്ടറായി ഇരുന്ന കാലത്തുള്ള കാര്യങ്ങൾ അദ്ദേഹം ഇനി എഴുതാൻ പോകുന്നതേ ഉള്ളൂ എങ്കിലോ? അല്ല, അദ്ദേഹത്തിന്
അദ്ദേഹം പുസ്തകം എഴുതട്ടെ. അദ്ദേഹത്തിന് എഴുതാനുള്ള കഴിവുണ്ട്. അദ്ദേഹം കണ്ട കാര്യങ്ങൾ അദ്ദേഹം അത് ലോകത്തെ അറിയിക്കട്ടെ. അനേക പുസ്തകങ്ങൾ ഇതേപോലെ നമ്മുടെ രാജ്യത്ത് വന്നിട്ടുണ്ട്, ലോകചരിത്രത്തിൽ വന്നിട്ടുണ്ട്, അനേക കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ പുതിയ തലമുറ കാണട്ടെ. പക്ഷെ ഒരു കാര്യമുണ്ട്, അദ്ദേഹം അഴിമതിക്ക് എതിരായിട്ട് ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് നിസ്സംശയം പറയാം. അപ്പം പക്ഷെ സർവീസിലിരിക്കുമ്പോൾ എന്തൊക്കെ പറയാം, അതൊക്കെ ചില പ്രശ്നങ്ങൾ, സാങ്കേതികമായ ചില പ്രശ്നങ്ങളുണ്ട്. അപ്പം അത്തരം പ്രശ്നങ്ങൾ മാറ്റിവെച്ചാൽ അദ്ദേഹത്തിൻ്റെ വസ്തുതകൾ, കാരണം അദ്ദേഹം പറയുന്ന വസ്തുതകൾ അത് ലോകം അറിയട്ടെ. അതിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ശ്രീ രാജു എബ്രഹാം, ആ വസ്തുതകളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നുള്ളതാണ്. ഈ ജേക്കബ് തോമസിന്റെ പുസ്തകത്തിലെ 191 പേജ് ഞാൻ നേരത്തെ വായിക്കുകയുണ്ടായി. കെ ബാബുവിനെതിരെയുള്ള ബാർ കോഴ അന്വേഷണം ഞാൻ തീരുമാനിച്ച രീതിയിൽ മുന്നോട്ട് പോയില്ല, അങ്ങനെ പുരോഗമിക്കേണ്ട എന്ന് തീരുമാനമുണ്ടായി. ബാബുവിനെ രക്ഷിക്കാൻ ഉത്തരവാദിത്തമുള്ളവർ തീരുമാനമെടുത്തു. അത് UDF സർക്കാരിന്റെ കാലത്താണല്ലോ, കഴിഞ്ഞല്ലോ. അദ്ദേഹം വിജിലൻസിന്റെ ഡയറക്ടറായി വന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഭരിക്കുന്നത്. അപ്പോൾ പിന്നെ അദ്ദേഹത്തിന് ഈ പറയുന്ന സമ്മർദ്ദമില്ല, അങ്ങനെയാണ് നമ്മൾ കരുതുക. ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് കേസിൽ കുറ്റപത്രം കൊടുക്കാവുന്ന വിധത്തിലേക്ക് ആ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണ്ടേ? അങ്ങനെ ഒന്നും ഉണ്ടായിട്ടുണ്ടോ? എന്ന് മാത്രമല്ല, പ്രമാദമായ കേസുകൾ അന്വേഷിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരെയും മാറ്റിയല്ലോ. ഇപ്പോൾ നിങ്ങൾ രാഷ്ട്രീയമായി ഉന്നയിച്ച കേസുകളുടെയൊക്കെ അന്വേഷണം എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് കൂടി പരിശോധിക്കേണ്ട. പുസ്തകം എഴുതി നടന്നാൽ മതിയോ? കേസ് എവിടെ? പ്രമാദമായ കേസുകൾ എന്തുകൊണ്ട് മുന്നോട്ട് പോയില്ല എന്നുള്ളതിന്റെ മറുപടിയാണ് ചില പ്രമാദമായ കേസുകൾ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ മാറ്റിയതിലൂടെ ഈ ഗവൺമെന്റ് ചില നടപടികൾ സ്വീകരിച്ചു തുടങ്ങിയത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പരസ്യമായി പറഞ്ഞല്ലോ, സർക്കാരിന്റെ നയം പൂർണ്ണമായി മനസ്സിലാകാത്ത ചില ഉദ്യോഗസ്ഥന്മാർ ഇപ്പോഴും സർവീസിലുണ്ട്. ഈ സർക്കാരിന്റെ നയം അഴിമതിക്കെതിരാണ്, ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. ഏത് വിമർശനങ്ങളുണ്ടെങ്കിലും ഏത് ചർച്ചകൾ വന്നാലും ഈ നയത്തിനകത്ത് ഈ സർക്കാർ ഉറച്ചു നിൽക്കും. അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ സഹകരിക്കാതെ പഴയ ഓർമ്മകൾ വെച്ചുകൊണ്ടും പഴയ ബന്ധങ്ങൾ വെച്ചുകൊണ്ടും പോകുന്ന ചില ഉദ്യോഗസ്ഥന്മാരുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചില ഉദ്യോഗസ്ഥന്മാരെ മാറ്റേണ്ടി വന്നിട്ടുള്ളത്. പുതിയ വന്ന ആളുകൾ ഇതുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ സ്വാഭാവികമായും അവിടെയും നടപടി ഉണ്ടാകും. സഹകരിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ കേസന്വേഷണങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാകും. ശരി, പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കാവുന്ന കാര്യം. ശ്രീ സി ആർ നീലകണ്ഠൻ, ഞാൻ വിജിലൻസിൽ ഉണ്ടായിരുന്ന കാലത്ത്, വിജിലൻസ് ഡയറക്ടറായിട്ടല്ല മറിച്ച് ADGP ആയി ഉണ്ടായിരുന്ന കാലത്ത് അന്വേഷണത്തിൽ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളിൽ നിന്ന് അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ പേര് പറയാതെ ഈ പുസ്തകത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം വിജിലൻസ് ഡയറക്ടർ ആയതിനു ശേഷം, ഈ സർക്കാർ വന്നതിന് ശേഷമുള്ള അന്വേഷണത്തിന് എങ്ങനെ എന്തെങ്കിലും തടസ്സമുണ്ടായോ എന്നുകൂടി അദ്ദേഹം വിശദീകരിക്കേണ്ടതല്ലേ? അതുകൂടി കേരളം പ്രതീക്ഷിക്കുന്നില്ലേ? മൈക്രോ ഫിനാൻസ്, ബാർ കോഴ, സന്തോഷ് മാധവൻ ഭൂമിദാനം, മലബാർ സിമന്റ്സ്, ഇങ്ങനെയുള്ള അഴിമതികളുടെയൊക്കെ അന്വേഷണം തുടങ്ങിയൊന്ന് മുന്നോട്ട് പോയി, പക്ഷേ ഇപ്പോൾ നിലച്ചിരിക്കുന്ന മട്ടാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് താങ്കൾ കരുതുന്നു? അല്ല, നമുക്ക് അഭിലാഷേ, കേരളം ഉണ്ടായിട്ട് 60 വർഷമായി. എത്ര രാഷ്ട്രീയ നേതാക്കന്മാർ എത്ര ആരോപണങ്ങൾക്ക് വിധേയരായിട്ടുണ്ട്. ഇന്ന് വരെ പേരിനെങ്കിലും ശിക്ഷിക്കപ്പെട്ട ഒരേ ഒരാൾ ബാലകൃഷ്ണപിള്ളയല്ലേ? എങ്ങനെയാ രാഷ്ട്രീയ നേതാക്കൾ അഴിമതിയിൽ നിന്ന് രക്ഷപ്പെടുന്നത്? മാറി മാറി വരുന്ന സർക്കാരുകൾ പരസ്പര സഹായ സംഘമായി നിൽക്കുകയല്ലേ? ആരാണ് ഇനിയിപ്പം മാണിക്കെതിരെ ഒരു കേസ് വരുമോ? നമുക്ക് ആലോചിച്ചാൽ, ഇപ്പൊ നേരത്തെ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു 7 കോടി രൂപ മാണിയുടെ ഫീസ് കൊടുക്കാൻ കഴിഞ്ഞ സർക്കാർ തീരുമാനിച്ചു. അത് ക്യാബിനറ്റ് തീരുമാനം തെറ്റായിരുന്നു, അത് മാറ്റിവെച്ചു. ഈ സർക്കാർ അത് കൊടുക്കാൻ തീരുമാനിച്ചു. എനിക്കറിയില്ല രാജു എബ്രഹാം പറയട്ടെ കൊടുക്കാൻ തീരുമാനിച്ചോന്ന്. മാണിയുടെ വക്കീലിന്, അഴിമതി നടത്തി മാണിയെ രക്ഷിക്കാനുള്ള വക്കീലിന് പണം കൊടുക്കാൻ ഈ ഗവൺമെന്റ് തീരുമാനിച്ചുവെങ്കിൽ കോട്ടയത്തുണ്ടായത് ഒരു പ്രാദേശികമല്ല, നമുക്കറിഞ്ഞൂടെ? ഇപ്പൊ ബാലകൃഷ്ണപിള്ള ഇത്രയും വലിയ അഴിമതിക്കാരന് ക്യാബിനറ്റ് പദവി കൊടുത്ത് VS തുല്യമാക്കി വെച്ചിരിക്കുക. ഞാൻ പറഞ്ഞത് അഴിമതിക്കെതിരാണ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. അഭിലാഷ് തന്നെ ചോദിച്ച ചോദ്യത്തിലുണ്ട്, ഈ ഗവൺമെന്റിന്റെ വിജിലൻസിലുണ്ടായിരുന്ന DYSPമാരടക്കമുള്ളവരെ മാറ്റി. അവർ കൊള്ളരാത്തവരായത് മാറ്റിയതാണോ? അല്ല. ജേക്കബ് തോമസ് മാറിയതോടുകൂടി അവരെയൊക്കെ മാറ്റി. ജേക്കബ് തോമസിനെ അവർ ശല്യമായിരുന്നു എന്ന് ജേക്കബ് തോമസ് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉദ്യോഗസ്ഥന്മാരുടെ കുഴപ്പം കൊണ്ടില്ലാതെ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ജേക്കബ് തോമസിനെ കൊണ്ട് ഗവൺമെന്റിന് ശല്യമായി.
അപ്പോൾ ഗവൺമെന്റ് അയാളെ മാറ്റി. എന്നിട്ട് വന്നത് ബെഹ്റ. നമുക്ക് ഏതാണ്ട് ആലോചിച്ചറിഞ്ഞൂടെ ബെഹ്റ അഴിമതിക്കെതിരെ എത്ര അന്വേഷിക്കുന്നു? ആദ്യം വന്ന പരാതി പുള്ളിയുടെ പെയിന്റ് കമ്പനിയുടെ പ്രശ്നം. ഞാൻ പറഞ്ഞു വന്നത് അഴിമതിക്കാർ രക്ഷപ്പെടുമെന്ന് വളരെ ഉറപ്പാണ് മിക്ക രാഷ്ട്രീയ നേതാക്കൾക്കും. പെടില്ല. ഞാൻ രാജു അബ്രഹാമിനോട് പറയുന്നു, മാണിക്കെതിരെ കേസ് ഇനി ഒരു ഇഞ്ച് പോയില്ല. നിങ്ങൾ കഴിഞ്ഞ തവണ ആ മറ്റേ തല്ലിപ്പൊളിച്ച കാശൊക്കെ തിരിച്ചു കൊടുക്കണം. നിയമസഭയിലെ മാണി ബജറ്റ് അവതരിപ്പിക്കണ്ടെന്ന് പറയാൻ. ഇന്നത് പറയാൻ രാജു അബ്രഹാമിന് ധൈര്യമുണ്ടാവില്ല. അന്ന് അദ്ദേഹം അസംബ്ലിയിലുണ്ട്. അത് അദ്ദേഹം ചെയ്തത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഇന്ന് അദ്ദേഹം പറയണം മാണി കുറ്റക്കാരനാണോ. മാണി കുറ്റക്കാരനാണെന്ന് അദ്ദേഹത്തിന്റെ ഗവൺമെന്റ് 1 വർഷം വന്നിട്ട് അദ്ദേഹത്തിന് പറയാൻ പറ്റുണ്ടോ? പ്രശ്നം അതാണ്. ഇത് അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമാണ്. അതുകൊണ്ട് ജേക്കബ് തോമസിനെ പോലൊരു ഉദ്യോഗസ്ഥൻ സത്യസന്ധമായി കാര്യങ്ങൾ പറയുമ്പോൾ വരും. ഇനി അടുത്ത ഭാഗം വരുമായിരിക്കും. തീർച്ചയായും ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്തുണ്ടായ കാര്യങ്ങൾ ഒരുപക്ഷെ അടുത്ത അഭിലാഷനെ പ്രതീക്ഷിച്ചതുപോലെ എന്റെ 2ാം ഭാഗം വരും. അങ്ങനെയാണല്ലോ ഇതൊക്കെ വരിക. അപ്പൊ ഞാൻ പറയുന്നത് അഴിമതിക്കെതിരെ എന്ന് പറയുന്നതിൽ ഒരർത്ഥവും ഒരു ഗവൺമെന്റും ഇതുവരെ തെളിയിച്ചിട്ടില്ല. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങൾ RTA ചോദിച്ചതാ കഴിഞ്ഞ ഗവൺമെന്റ് ക്യാബിനറ്റ് തീരുമാനം ഇതുവരെ കിട്ടിയിട്ടില്ല. കഴിഞ്ഞ ഗവൺമെന്റിന്റെ വിവാദമായ തീരുമാനങ്ങൾ RTA ചോദിച്ച് ഇതുവരെ ഈ ഗവൺമെന്റ് തന്നിട്ടില്ല. ഈ ഗവൺമെന്റിന്റെ തന്നിട്ടേ ഇല്ല മന്ത്രിസഭാ തീരുമാനങ്ങൾ. ഞാൻ പറഞ്ഞത് അങ്ങനെ അഴിമതിക്കെതിരെയുള്ളതാണെങ്കിൽ സുതാര്യമാവേണ്ട ഗവൺമെന്റ് അല്ല. അവിടെയാണ് പ്രശ്നമുള്ളത്. ജേക്കബ് തോമസിന് ഇനിയും പറയാനുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതാണ് താങ്കളുടെ പ്രതീക്ഷ. ഇവിടെ ശ്രീ AN രാധാകൃഷ്ണൻ, ജേക്കബ് തോമസ് ഈ പുസ്തകം കൊണ്ട് അവസാനിപ്പിക്കും എന്ന് കരുതേണ്ടല്ലോ. അദ്ദേഹം സർവ്വസ്വതന്ത്രനായിരുന്നു എന്ന് കരുതാൻ നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ മുൻപിൽ വസ്തുതകളൊന്നുമില്ല. മുഖ്യമന്ത്രി അദ്ദേഹത്തെ നിയമസഭയിൽ സപ്പോർട്ട് ചെയ്തു എന്നുള്ളത് കാര്യം. പക്ഷേ ഈ പറയുന്ന കേസുകളിലൊന്നും വലിയ തോതിലുള്ള മുന്നോട്ട് പോക്ക്, അതായത് കുറ്റപത്രം കൊടുക്കുന്ന ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം ഇനി ഈ സർക്കാരിന്റെ കാലത്ത് എന്ത് സംഭവിച്ചു എന്നുള്ള നിലയ്ക്കുള്ള ഒരു പുസ്തകം കൂടി എഴുതുമെന്ന് പ്രതീക്ഷിച്ച് നമ്മൾ കാത്തിരിക്കണോ? അല്ല, ഞാൻ മനസ്സിലാക്കുന്നത് ഈ കഴിഞ്ഞ 1 വർഷ കാലയളവിനുള്ളിൽ പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആളാണല്ലോ മുഖ്യമന്ത്രി. അതിന് തികഞ്ഞ പരാജയമായിരുന്നു. ആ പരാജയമായിരുന്നതുകൊണ്ട് തന്നെയാണ് വിജിലൻസിൻ്റെ ഹെഡ് എന്നുള്ള നിലയ്ക്ക് ഇദ്ദേഹം എടുത്തിട്ടുള്ള നിലപാടുകൾ. ആ നിലപാടുകളെ സംബന്ധിച്ച് കേരളത്തിലെ മുഖ്യമന്ത്രി വേണ്ടത്ര കൂടിയാലോചന നടത്തി വളരെ സമചിത്തതയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്നുവെങ്കിൽ എല്ലാവരും പ്രതികളാക്കി അകത്താക്കാൻ കഴിയുമായിരുന്നു. അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയപ്പോഴാണ് കോടതി പറഞ്ഞത് വിജിലൻസ് മുഖ്യമന്ത്രിയുടെ മുകളിലാണോ, മുഖ്യമന്ത്രി ഇവിടെയില്ലേ, വിജിലൻസാണ് ഭരണം നടത്തുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ ഉണ്ടായിട്ടുള്ള സംഭവത്തെ സംബന്ധിച്ച് ഒരു ഭരണപരമായ ചില കീഴ്വഴക്കങ്ങളും സംവിധാനത്തെ അടിസ്ഥാനപ്പെടുത്തി കുറ്റക്കാരായ ആളുകളെ പിടിക്കുന്നതിന് പകരം ആദ്യം ജേക്കബ് തോമസിനെ ഇങ്ങനെ അഴിച്ചുവിടുന്ന പോലെ വിടുക. ആദ്യം ഒരറ്റം വരെ അങ്ങോട്ട് പോയി കോടതിയുടെ പരാമർശവും ഒക്കെ ഉണ്ടായി. ഒരുപാട് ഘട്ടത്തിൽ സർക്കാർ ലഭ്യരായ സാഹചര്യം ഉണ്ടാകുന്നു. അതിനുശേഷം കേരളത്തിലെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ആഭ്യന്തരമന്ത്രിയെ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് ഈ വിഷയം ഈ തരത്തിലുള്ള കുറ്റക്കാരെ ശിക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ കൂടിയാലോചന നടത്താമായിരുന്നു. കൂടിയാലോചന നടത്തി വളരെ പക്വതയോടുകൂടി നിലപാടുകൾ സ്വീകരിച്ചിരുന്നെങ്കിൽ ഈ അഴിമതിക്കാരായ മുഴുവൻ ആളുകളെയും ജയിലിലാക്കാൻ കഴിയുമായിരുന്നു. ഇവിടെ ഉയർന്നു വന്നിട്ടുള്ള ഒരുപാട് പ്രശ്നം അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും കാണുന്നില്ലെങ്കിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കുറേ നല്ല വശങ്ങൾ കേരളത്തിൻ്റെ പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ വശങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാടുകളെ പുറകോട്ട് പിടിച്ച് വലിച്ചതാരാണ്, അല്ലെങ്കിൽ ഇന്നും സംരക്ഷിക്കുന്നവരാരാണ്? കുറേ ആളുകൾ നേരത്തെ പുറകോട്ട് പിടിച്ചു വലിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഗവൺമെൻറ് അല്ലെങ്കിൽ ഇന്നത്തെ ആഭ്യന്തര വകുപ്പ് എടുത്തിട്ടുള്ള നിലപാടുകൾ ഇതിനെ മുഴുവൻ തമസ്കരിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദമുണ്ട് എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചാൽ ആ തെറ്റിദ്ധാരണയ്ക്ക് ആരെയും കുറ്റപ്പെടുത്താൻ കഴിയില്ല. കാരണം ആ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. ശരി, അതാണ് താങ്കൾ കാണുന്നത്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇതൊരു പരസ്പര സഹായ സഹകരണ സംഘമാണോ? താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ സർക്കാർ അധികാരമേൽക്കുന്നു, ജേക്കബ് തോമസ് വിജിലൻസ് ഡയറക്ടറായി വരുന്നു, കെ ബാബുവിൻ്റെ വീടുകളിൽ പരിശോധന നടത്തുന്നു. എന്തിന്? അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അയൽവക്കത്തുള്ള ബേക്കറി ഉടമകളുടെ ബേക്കറികളിൽ എമ്പാടും പരിശോധന നടത്തുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള കാടിളക്കലൊക്കെ ആദ്യമുണ്ടായി. പക്ഷേ ഒരു കേസും കുറ്റപത്രം സമർപ്പിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് സ്വാഭാവികമായ കാലതാമസമാണോ, അതോ ഇതൊക്കെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ മരവിക്കപ്പെട്ടു എന്നുള്ളതാണോ എന്ന് സംശയിക്കുന്നവർ ധാരാളമുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ അടുത്ത സർവീസ് സ്റ്റോറിക്ക് കാത്തിരിക്കുക എന്നുള്ളതല്ലാതെ എന്തെങ്കിലും നിർവാഹമുണ്ടോ നാട്ടുകാർക്ക്? രാധാകൃഷ്ണൻ ഇപ്പോൾ കേരളത്തിൽ ഭരണപക്ഷത്തും ഇല്ല പ്രതിപക്ഷത്തും ഇല്ല. അപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി ഇല്ലെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്, ഇനി ഉണ്ടാകാനും പോകുന്നില്ലെന്നുള്ള യാഥാർത്ഥ്യം രാധാകൃഷ്ണൻ അറിയാം. അതുകൊണ്ട് അദ്ദേഹം എപ്പോൾ ചർച്ചയിൽ വന്നാലും BJP നേതാക്കന്മാർ വന്നാലും കോൺഗ്രസിനെയും മാർക്സിസ്റ്റ് പാർട്ടിയും സമദൂരം വെച്ച് ആക്രമിക്കുന്ന ഒരു പ്രവണതയാണ് അദ്ദേഹം കാണിക്കാറുള്ളത്. അതാണ്
അദ്ദേഹം ഈ പറഞ്ഞത് ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. നീലകണ്ഠനും പറഞ്ഞ അതാണല്ലോ. നമ്മളിവിടെ മനസ്സിലാക്കണം, കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിൽ ആരോപണം ഒരു വ്യവസായമാക്കി മാറ്റിയവരാണെന്ന് കേരളം ഭരിക്കുന്നത്. കാരണം ആ വ്യവസായത്തിന് പ്രത്യേകിച്ച് മൂലധനം വേണ്ട. പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പാസ്സാക്കിയ ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. ഒരു ആരോപണം ഉന്നയിക്കണമെങ്കിൽ അതിന് അടിസ്ഥാനം വേണം, തെളിവ് വേണം. ആരോപണമില്ലാതെ, അടിസ്ഥാനമില്ലാതെ, തെളിവില്ലാതെ ഇങ്ങനെ ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ചെലവുമില്ലല്ലോ. വാർത്താ മാധ്യമങ്ങളിൽ പ്രാധാന്യം കിട്ടും. അതുകൊണ്ട് കഴിഞ്ഞ കാലത്ത് ഉന്നയിച്ച ആരോപണത്തെക്കുറിച്ച് പിണറായി വിജയൻ 5 വർഷം അന്വേഷിച്ചാലും അതിനൊന്നും ഒരു തുമ്പും കിട്ടാൻ പോകുന്നില്ല. അടിസ്ഥാനം ഉണ്ടെങ്കിലല്ല, തെളിവുണ്ടെങ്കിലല്ല തുമ്പ് കിട്ടൂ. അതല്ല, ഇവിടെ നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് ഇദ്ദേഹത്തെ ഒരു സേക്രഡ് കൗ ആക്കുകയാണ്, ഒരു വിശുദ്ധ പശു. ആരെയാ? ഈ ജേക്കബ് തോമസിനെ. അദ്ദേഹം ഒരു വലിയ രോഗിയാണ്. അദ്ദേഹത്തിന്റെ രോഗമെന്ന് പറയുന്നത് മീഡിയ മനിയാക്കാണ്. ആ മീഡിയ മനിയാക്ക് എന്ന് പറയുന്ന രോഗം ബാധിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. കേരളത്തിൽ ഏതൊക്കെ ഗവൺമെന്റ് കാലത്ത് എന്തൊക്കെ പദവികൾ വഹിച്ചിട്ടുണ്ടോ ആ പദവികൾ വഹിച്ച കാലത്തെല്ലാം അദ്ദേഹം ആ കസേരയിൽ ഇരുന്നുകൊണ്ട് പരമാവധി വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പൊ അദ്ദേഹത്തിന്റെ പുസ്തകം എടുത്ത് പരിശോധിച്ചോ, കേരളത്തിൽ അദ്ദേഹമല്ലാതെ ബാക്കി എല്ലാവരും കൊള്ളരാത്തവരാണ്. അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിന് എന്തൊരു ബഹുമാനമാ, എന്തൊരു ആത്മപ്രശംസയാ. ബാക്കി IAS-കാരെല്ലാം മോശക്കാര്, IPS-കാർ മുഴുവൻ മോശക്കാര്, രാഷ്ട്രീയക്കാർ മുഴുവൻ മോശക്കാര്. ഇനിയും അദ്ദേഹത്തിന്റെ മനസ്സിൽ ചില മോഹങ്ങൾ ഉള്ളത് കൊണ്ടാണ് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഇനി കുറെ കൂടെ കഴിയുമ്പോൾ ഈ ജേക്കബ് തോമസ് പറയും നരേന്ദ്രമോദി ഇരിക്കുന്ന കസേരയിൽ പിണറായി വിജയൻ വരണമെന്നുള്ളത് എന്റെ ഒരു സ്വപ്നമാണ്. മനവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം. ഇതാണ് സൈക്കോഫൻസിയുടെ ഭാഗമാണിതെല്ലാം. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഉദ്ദേശങ്ങൾ നേടിയെടുക്കാൻ അദ്ദേഹം ശ്രമിക്കുകയാണ്. ഇവിടെ നവോത്ഥാന നായകൻ പറഞ്ഞിട്ടുണ്ട്, അവനവൻ ആത്മസുഖത്തിനായി ആദരിക്കുന്നവ അവരന്റെ സുഖത്തിനായി വന്ന് ഭവിച്ചിടണം. ഇത് അവരനെ വേദനിപ്പിച്ച്, അപമാനിച്ച്, അവഹേളിച്ച് അതിൽ ആത്മനിർവൃതി അടയുന്ന ഒരു ഉദ്യോഗസ്ഥനായി ഈ ജേക്കബ് തോമസ് മാറിയിരിക്കുന്നു. ശരി, അതാണ് കോൺഗ്രസിന്റെ ആരോപണം. ശ്രീ രാജു എബ്രഹാം അങ്ങനെ സ്വന്തം നിലയ്ക്ക് മൈലേജ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയും രാഷ്ട്രീയ നേതാക്കളെയൊക്കെ അടച്ചാക്ഷേപിച്ച് അവരുടെ ദേഹത്തൊക്കെ ചെളി തെറിപ്പിച്ച് സ്വയം ആളാകാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ടാണോ ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു പദവിയും കൊടുക്കാതിരിക്കാൻ ഇടതുപക്ഷ സർക്കാർ നിർബന്ധിതമായത്? അതുകൂടി ചൂണ്ടിക്കാണിച്ച് ഒപ്പമുള്ളവരടക്കമുള്ളവർ പറഞ്ഞതുകൊണ്ടാണോ പിണറായി വിജയൻ ഇന്ന് പ്രകാശന ചടങ്ങിൽ ഞാൻ എത്തില്ല എന്ന് പറഞ്ഞത്? അല്ല, ജേക്കബ് തോമസിനെ ശാശ്വതമായി ഈ ഗവൺമെന്റ് മാറ്റി നിർത്തിയിട്ടില്ല. താൽക്കാലികമായി മാത്രമേ അദ്ദേഹത്തിനെ മാറ്റി നിർത്തിയിട്ടുള്ളൂ. അതെന്ത് സാഹചര്യമാണ് എന്നുള്ളത് വിശദീകരിക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. നമുക്കത് വിശദീകരിക്കാൻ കഴിയില്ല. ഇവിടെ ഇപ്പോൾ ചർച്ച വളരെ അത്ഭുതകരമായി പോവുകയാണ്. ഇത് പിന്നെ 2 മുന്നണികൾ തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം. ഇത് കുറേ നാളുകളായി ഈ BJP പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാചകമാണ്. അപ്പോൾ അത് ഇപ്പോൾ പിന്നെ പ്രിയപ്പെട്ട CR-ഓട് അത് ഏറ്റെടുത്തിരിക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരു നയമുണ്ട്. ഇടതുപക്ഷ മുന്നണി ഉന്നയിച്ചിട്ടുള്ള ആക്ഷേപങ്ങൾ, ഇപ്പം ടൈറ്റാനിയം കേസിൽ, KMML കേസിൽ, അതിലൊക്കെ ഇപ്പം കാര്യങ്ങൾ പടിപടിയായി എല്ലാം ഒരു ദിവസം കൊണ്ടെല്ലാം പുറത്തു വരണം എന്ന് പുറത്തു വരില്ല. പാറ്റൂർ കേസിൽ അതൊക്കെ എല്ലാം സംബന്ധിച്ച് ചില വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ അന്ന് ഇടതുമുന്നണി ഉന്നയിച്ച ആക്ഷേപങ്ങൾ ശരിയാണ് എന്നാണ് വരുന്നത്. അത് നാളെ ഉണ്ടാവും, റിപ്പോർട്ടുണ്ടാവും, പറയാൻ കഴിയില്ല. പക്ഷെ നാളെ കഴിഞ്ഞ് ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കും. അങ്ങനെയാണല്ലോ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ളത്. ബാലകൃഷ്ണപിള്ളയ്ക്കെതിരെ ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പൊ ബാലകൃഷ്ണപിള്ളയുടെ കാര്യം മുമ്പേ പറഞ്ഞല്ലോ. അദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ട്, കുറ്റത്തിന് അദ്ദേഹം ശിക്ഷ വാങ്ങിയിട്ടുണ്ട്. ആ ശിക്ഷ കഴിഞ്ഞാൽ അദ്ദേഹം മരിക്കുവോളം അദ്ദേഹം കുറ്റക്കാരനായിട്ടിരിക്കുമോ? ഇല്ല. അദ്ദേഹം ചെയ്ത തെറ്റിനാണ് ശിക്ഷ. അല്ലാതെ അദ്ദേഹം മരിക്കുവോളം ഒരു ശിക്ഷ ഉണ്ടാവുന്ന എന്തിനാണ്? അദ്ദേഹം മരിക്കുവോളം അദ്ദേഹത്തെ ശിക്ഷിക്കണമെന്ന് ആരും പറയുന്നില്ല. അദ്ദേഹത്തെ ക്യാബിനറ്റ് പദവി കൊടുത്ത് മുന്നോക്കക്ഷേമ കോർപ്പറേഷന്റെ തലപ്പത്ത് അവരോധിക്കുമ്പോൾ അദ്ദേഹം ചെയ്ത അഴിമതിക്ക് നിങ്ങൾ കൊടുക്കുന്ന ഒരു മുദ്ര കൂടിയാണല്ലോ, അത് അംഗീകാരം കൂടിയാണല്ലോ. ഇടതുപക്ഷത്ത് എത്തിയാൽ ഈ പറയുന്ന അഴിമതികളൊക്കെ പൊറുക്കപ്പെടും എന്നുള്ളതാണല്ലോ അത്. അദ്ദേഹം ചെയ്ത തെറ്റിന് അദ്ദേഹം ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു. അദ്ദേഹം ചെയ്ത തെറ്റിന്
ഇനിയും ശിക്ഷ വേണോ? ആരെങ്കിലും കോടതി പോയാൽ കോടതി അതിന് ലൂപ്പുകൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ചെയ്യുമായിരിക്കാം. പക്ഷേ ഒരു വ്യക്തി, ആ വ്യക്തിയെ എന്തിനാണ് ശിക്ഷിക്കുന്നത്? അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ശിക്ഷിക്കുന്നത്. അതിന് പെനാൽറ്റി ചിലപ്പോൾ ഈടാക്കും, ചിലപ്പോൾ ജയിലിൽ കിടക്കേണ്ടി വരാം. പക്ഷെ അതിനുശേഷം അദ്ദേഹം മരിക്കുവോളം അദ്ദേഹം കുറ്റക്കാരനാണ് എന്ന് മുദ്ര കുത്തി മാറ്റി നിർത്തണമെന്നില്ല. എത്രയോ ആളുകൾ അതിന് ഇതുപോലെയുള്ള നടപടികൾക്ക് ശേഷം നല്ല തെളിമയാർന്ന നിലയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അത്തരം അനുഭവങ്ങൾ നമ്മുടെ കേരളത്തിലും നമ്മുടെ രാജ്യത്തും ഒക്കെ ഇല്ലേ? ഉണ്ട്. അതിനെയൊക്കെ നമ്മൾ മാനിക്കണം. അതാണ് നമുക്ക് വേണ്ടത്. അതിലൊക്കെ രാഷ്ട്രീയ ധാർമ്മികത, സദാചാരം തുടങ്ങിയ പ്രശ്നങ്ങൾ കൂടിയുണ്ട്. ശ്രീ രാജു എബ്രഹാം, താങ്കൾ ആ വാദഗതിയോട് യോജിക്കുന്നുണ്ടോ? ശ്രീ CR നീലകണ്ഠൻ, ഈ പറയുന്ന കാര്യങ്ങളല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള കോംപ്രമൈസുകൾ അഴിമതിയുടെ കാര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വരുത്തിയിട്ടില്ല, അങ്ങനെ പറയാനൊന്നുമില്ല. ഇപ്പോൾ ജേക്കബ് തോമസിന് തന്നെയും കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തെക്കുറിച്ച് പറയേണ്ടി വന്നത് അദ്ദേഹത്തിൻ്റെ ഈ 10 മാസക്കാലം ഒന്നും പറയാനില്ലാത്തത് കൊണ്ടാണെന്ന് കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല. അദ്ദേഹം പറയില്ലോ എന്ന് അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ്. ഞാൻ വളരെ കൃത്യമായി പറയാം. നേരത്തെ സുഹൃത്ത് രാജു എബ്രഹാം പറഞ്ഞപ്പോൾ അദ്ദേഹം പല കേസുകളെ പറ്റി പറഞ്ഞു. ടൈറ്റാനിയം പറഞ്ഞു, KMML പറഞ്ഞു, ബാർക്കോഴ മിണ്ടിയില്ല. അതിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ കൃത്യമായി മറ്റേ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞൊരു കാര്യം ശരിയാണോ എന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചു. മാണിയുടെ വക്കീലിന് അഴിമതി കേസ് വാദിക്കാൻ 7 കോടി രൂപ ഈ സർക്കാർ കൊടുത്തുവോ? അത് കൊടുക്കുന്നത് അഴിമതിയാണെന്ന് പറഞ്ഞുവോ? ഇതൊന്നും നോക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൽ കഴിഞ്ഞ 60 വർഷമായി ബാലകൃഷ്ണപിള്ള മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. 1. 2, അഭിലാഷ് ചോദിച്ച മാതിരി ധാർമ്മികത. ഇവിടെ ഒരാൾ ശിക്ഷ കഴിഞ്ഞാൽ പിന്നെ അയാൾ വളരെ ശുദ്ധനായി എന്നാണോ പറയുന്നത്? അങ്ങനെയാണോ? അങ്ങനെയല്ലല്ലോ. കളവ് ചെയ്ത് ശീലിച്ച ഒരാളെ ഒരു പദവിയിലേക്ക് എടുക്കേണ്ട കാര്യം എന്താ? അയാൾ തെരഞ്ഞെടുക്കപ്പെട്ട്, ഇനി അങ്ങേര് തെരഞ്ഞെടുക്കപ്പെട്ട് വരികയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാനില്ല. ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടില്ല. അദ്ദേഹത്തിനൊരു മുന്നോക്ക കോർപ്പറേഷന്റെ ചെയർമാൻ സ്ഥാനം കൊടുക്കുന്നു. അത് വേണോ വേണ്ടോ എന്ന് ഗവൺമെന്റ് തീരുമാനിക്കാം. പക്ഷെ ഇദ്ദേഹം വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നിടത്താണ് ധാർമ്മികതയുടെ വിഷയമുള്ളത്. മറ്റത് പോളിസിയാണ്. അപ്പൊ ഇത്തരമൊരു ധാർമ്മികത, ഞാൻ ചോദിക്കണത്, കേസ് തെളിയാത്ത മാണി ബജറ്റ് അവതരിപ്പിക്കുന്നതിനെ എതിർത്ത് കേരളത്തിന് നഷ്ടം വരുത്തിയ ആളുകളാണ് അന്ന് അസംബ്ലിയിൽ. ഒരു 1.5 വർഷമായിട്ടില്ലല്ലോ. അത് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ, എന്റെ അറിവ് ശരിയാണെങ്കിൽ ഞാൻ വീണ്ടും ഉന്നയിക്കുന്നു, ഈ 31-ാം തീയതി ആ കേസ് വരികയാണ് നിയമസഭയിലെ. അത് പിൻവലിക്കാൻ പോവാണ് സർക്കാർ. ഞാനിവിടുന്ന് എനിക്ക് കിട്ടിയ ഔദ്യോഗിക വിവരം വെച്ച് പറയുന്നു. എന്ന് പറഞ്ഞാൽ നിയമസഭയിൽ നഷ്ടം വരുത്തിയ കേസ് സർക്കാർ പിൻവലിക്കാൻ പോവുക. കാരണം എന്താ? മാണിയോട് ചെയ്തത് ശരിയായില്ല എന്ന് ഇപ്പൊ തോന്നുന്നുണ്ടാവും. കാരണം മാണിയായിട്ട് ഗുലാനായി. ഇവിടെയാണ് പ്രശ്നമുള്ളത്. ഇത് തന്നെയാണ് രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മുന്നണി മാറിയാൽ എല്ലാവരും ശുദ്ധന്മാരായി, എന്റെ കൂടെ നിന്നാൽ നല്ലവനായി. പണ്ട് പറഞ്ഞ മാതിരി പൗലോസിനെ കൊണ്ട് തൊടിയിച്ചാൽ പൂജാതി വസ്തുക്കൾ ശുദ്ധമാവും. അതുപോലെയാണോ സംഭവം? എന്നിട്ട് പിന്നെ നമ്മൾ ഇതിനെ ധാർമ്മികതയെ കുറിച്ച് പറയണേ? ഒന്നുമില്ല. മാണി വന്നു, ബാലകൃഷ്ണപിള്ള വന്നു, ഇനി പലരും വരും. വന്നാൽ നമുക്ക് മുമ്പറിയാം, PJ ജോസഫ് LDF-ലായിരുന്ന അദ്ദേഹം 4.25 കൊല്ലം UDF-ലേക്ക് പോയി. പിറ്റേ ദിവസം, ഞാൻ ആ ദിവസവും കൂടി എനിക്ക് ഓർമ്മയുണ്ട്, പിറ്റേ ദിവസം അതാണ് ശ്രീ രാജു എബ്രഹാം, നമ്മൾ ഇത്തരത്തിലുള്ള ഉയർന്ന ധാർമ്മിക മൂല്യമോ സദാചാരമോ ഒന്നും പ്രതീക്ഷിക്കരുത് എന്നുള്ളതാണല്ലോ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അഴിമതി വിരുദ്ധ പോരാട്ടങ്ങളുടെ തേരേറി അഴിമതി വിരുദ്ധ പ്രതിച്ഛായയോടുകൂടി അധികാരത്തിലെത്തിയ സർക്കാരും പറയുന്നത്. ഇതിൽ കൂടുതൽ ഉദാഹരണങ്ങൾ ഞാൻ ആവർത്തിച്ച് പറയേണ്ടതില്ലല്ലോ. ബാർക്കോഴ കേസിൽ K ബാബുവിനെതിരെയും KM മാണിക്കെതിരെയുമുള്ള കേസുകളൊക്കെ എവിടെ എത്തി? ഇവിടെ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ സൂചിപ്പിക്കുമ്പോഴാണ് ഞാൻ കേട്ടത്, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ നിയമപരമായ ചെലവുകൾക്കായി ഉപയോഗിച്ച 7 കോടി ഖജനാവിൽ നിന്ന് കൊടുക്കാൻ നിങ്ങളാണ് തീരുമാനിച്ചതെങ്കിൽ അത് മഹാകാര്യം തന്നെ. അല്ല അഭിലാഷ്, ഇത് ഗവൺമെന്റ് ഒരു തുടർച്ചയാണ്. കഴിഞ്ഞ ഗവൺമെന്റ് ഒരു ക്യാബിനറ്റ് തീരുമാനം എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ തീരുമാനം അടുത്ത ഗവൺമെന്റ് നടപ്പാക്കിയേ മതിയാവത്തുള്ളൂ. അല്ല, കഴിഞ്ഞ കാലത്തെ അവസാനത്തെ തീരുമാനങ്ങൾ പുനഃപരിശോധിക്കാനായിരുന്നു നിങ്ങളൊരു മന്ത്രിസഭാ ഉപസമിതിയെ വെച്ചത്. അവർക്ക് കോടതി പോയി വാങ്ങാം. തീർച്ചയായിട്ടും അത് ഒരു ഗവൺമെന്റ് കമ്മിറ്റ് ചെയ്ത കേസാണ്. ഒരു ഗവൺമെന്റ് കമ്മിറ്റ് ചെയ്ത കേസ് മറ്റൊരു ഗവൺമെന്റിന് റദ്ദാക്കാൻ കഴിയും. അവർ കോടതിയിൽ പോയി വാങ്ങിക്കും. അത് പിന്നെയും നാണം കേടാണെന്ന് അഭിലാഷ് തന്നെ ഈ ചർച്ചയ്ക്കകത്ത് പറയും. എൻ്റെ പ്രിയ CR, ഞാൻ ബാറ് വിട്ടതല്ല, ബാറ് ഞാൻ വിട്ടുപോയതാണ്. ബാർ കേസിനകത്ത് കുറ്റമറ്റ രൂപത്തിലുള്ള അന്വേഷണം നടക്കും, ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. മാണി ഗ്രൂപ്പുമായിട്ട് ഞങ്ങൾ ഒരു സന്ധിയും ചെയ്തിട്ടില്ല. കോട്ടയത്തൊരു പ്രത്യേക സാഹചര്യം വന്നപ്പോൾ
അവിടെ കോൺഗ്രസിനെ ദുർബലപ്പെടുത്താൻ കഴിയുന്ന ഒരു അവസരം വന്നപ്പോൾ അവിടുത്തെ പ്രാദേശിക നേതാക്കന്മാർ ചർച്ച ചെയ്തു. ഞങ്ങൾ കെ എം മാണിയുമായിട്ട് ചർച്ച ചെയ്തിട്ടില്ല, കെ എം മാണിയുടെ പാർട്ടിയുമായിട്ട് ചർച്ച ചെയ്തിട്ടില്ല, അവരുമായിട്ട് മുന്നണി ഉണ്ടാക്കിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അതിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയൊരു ധാർമ്മികതയുടെ പ്രശ്നത്തിലൊന്നും ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യം ഇവിടെ ശരി, അതാണ് വളരെ പെട്ടെന്ന് ശ്രീ എൻ രാധാകൃഷ്ണൻ താങ്കൾക്കൊന്ന് ഇടപെടണം ഈ ചർച്ചയിൽ. ഇപ്പോൾ ഈ ഇടതുപക്ഷ നേതാക്കള് ഇപ്പോൾ പൊതുവെ നമ്മുടെ രാജീവ് ഇബ്രാഹിമിനെയൊക്കെ സംബന്ധിച്ച് വളരെ സൗമ്യമായൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖമാണ്. പക്ഷെ നല്ല മെയ്വഴക്കമാണ് ഇപ്പോൾ എല്ലാവർക്കും. എനിക്ക് തോന്നുന്നു ഇതുപോലെ സാധാരണഗതിയിൽ എല്ലാ വിഷയങ്ങളും പെട്ടെന്ന് ധാർമ്മിക രോഷം കൊള്ളുന്ന ആളുകളാണ് സി പി എംകാർ. ഇതിപ്പോൾ സി പി എംകാർ നല്ല മെയ്വഴക്കത്തോടു കൂടി കോൺഗ്രസ്സുകാരെ കടത്തിവിട്ടാണ്. രാജ്മോഹൻ ഉണ്ണിത്താന് പോലും കഴിയാത്ത രീതിയിലുള്ള നല്ല മെയ്വഴക്കമാണ് ഇവർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ഒരു കൊല്ലക്കാലയളവിനുള്ളിൽ ഇവർ പരസ്പരം ഉണ്ടാക്കിയിട്ടുള്ള ധാരണ വളരെ വ്യക്തമായിട്ടുള്ള ധാരണയല്ലേ. കാരണം ഒരു വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള ഓരോ സംഭവങ്ങൾ പരിശോധിക്കുമ്പോൾ ഓരോ സംഭവങ്ങൾ വളരെ ബുദ്ധിപൂർവ്വം മുൻകൂട്ടി ആസൂത്രണം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതൊക്കെയാണ് തമസ്കരിക്കേണ്ടത് അതൊക്കെ തമസ്കരിച്ച് എല്ലാവരും കൂട്ടുത്തരവാദിത്തം കൂടി ലീഗ് ഉൾപ്പെടെയുള്ള കക്ഷികളുമായിട്ട് ഇപ്പോൾ സഖ്യത്തിലാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്നതിന് അപ്പുറത്തേക്കാണ് കാര്യങ്ങൾ. അങ്ങനെയുള്ള ശ്രീ രാജു എബ്രഹാം, ഇപ്പോൾ ഈ കെ എം മാണിയുടെ കേസിൽ ഒരു രാഷ്ട്രീയ തീരുമാനമെടുക്കാമല്ലോ. ഇങ്ങനെ ഒരു അഴിമതി കേസിൽ പെട്ടതിന്റെ പേരിലുള്ള നിയമപരമായ ബാധ്യത സർക്കാർ ഏറ്റെടുക്കില്ല എന്ന് രാഷ്ട്രീയമായി തീരുമാനിച്ചാൽ മതി. ശരി, ഇനിയിപ്പോൾ ആ കേസ് എടുത്തിരിക്കുന്ന അഭിഭാഷക സ്ഥാപനം കോടതിയിൽ പോയി ഈ പണം സർക്കാരിൽ നിന്ന് ഈടാക്കും എന്ന് തന്നെ വെച്ചോളുക, അവർക്ക് അനുകൂലമായി വിധി ഉണ്ടാകുമായിരിക്കും. എന്നാലും അതിനുമുണ്ടല്ലോ ഒരു അന്തസ്സ്. ഞങ്ങൾ രാഷ്ട്രീയമായി ഇത് കൊടുക്കില്ല എന്ന് തീരുമാനമെടുത്തു എന്നെങ്കിലും പറയാം. അപ്പോ ഞങ്ങൾ സെൻകുമാറിന്റെ കേസ് സംബന്ധിച്ച് ചർച്ച ചെയ്ത പോലെ എന്നാ പിന്നെ ആദ്യം അതൊക്കെ ചെയ്തുകൂടായിരുന്നു അഭിലാഷ്. സെൻകുമാറിന്റെ കേസ്, സെൻകുമാർ അഴിമതി നടത്തി എന്നുള്ള ആരോപണം ആർക്കുണ്ട്? ഇവിടെ സെൻകുമാറിന്റെ കേസും ഇതും തമ്മിൽ ബന്ധമില്ല. ഇത് പൊതുഖജനാവിലെ പണം ഉൾപ്പെട്ടിട്ടുള്ള വിഷയമാണ്. സെൻകുമാറിന്റെ കേസിൽ അങ്ങനെയല്ലല്ലോ. ആ വീഴ്ച ആരോപിച്ച് അദ്ദേഹത്തെ പുറത്താക്കുകയായിരുന്നു. ഇല്ല അഭിലാഷേ, ഇല്ല സെൻകുമാറിന്റെ പേരിലും 5-6 വിജിലൻസ് പെറ്റീഷനൊക്കെ കിടപ്പുണ്ട്. അതിപ്പോ ഇപ്പൊ ചർച്ച ചെയ്യണ്ട, ഒക്കെ പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം. അതവിടെ അത് നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നൊരു വിഷയമല്ല. അത് പോട്ടെ. ഗവൺമെന്റ് അഴിമതിക്കെതിരായിട്ട് അത് വേറെ സമ്മതിച്ചു. അത് അഭിലാഷ് പറഞ്ഞ് ഞാൻ സമ്മതിച്ചു. അതിന്റെ പേരിലല്ല. അത് അന്വേഷണം നടന്നിട്ടുമില്ല. അതും പേടിക്കണ്ട, അതും അന്വേഷണം നടന്നിട്ടില്ല. ഞാൻ സൂചിപ്പിച്ച ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ഗവൺമെന്റ് തെരഞ്ഞെടുപ്പിൽ അഴിമതിക്കെതിരെ ജനങ്ങളുടെ മുമ്പിൽ ഒരു മാൻഡേറ്റ് വെച്ചു. അതാണ് ജനങ്ങൾ നൽകിയ മാൻഡേറ്റ്. ആ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ വെച്ച കാര്യങ്ങൾ ഞങ്ങൾ 100% പാലിക്കുന്നു. 1 വർഷമാകാൻ പോവാണല്ലോ. മന്ത്രിമാർ അഴിമതിക്കാരല്ല, ഉന്നത ഉദ്യോഗസ്ഥന്മാരെ അഴിമതിക്കാരല്ലാത്തവരെ ഞങ്ങൾ സൃഷ്ടിക്കാനുള്ള പ്രയത്നത്തിലാണ്. താഴേക്ക് അഴിമതി ഇല്ലാതാക്കാൻ ഞങ്ങൾ നോക്കുകയാണ്. വളരെ ഉത്തരവാദിത്തത്തോടു കൂടി തന്നെ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഈ ഗവൺമെന്റ് നിൽക്കുകയാണ്. ശരി, അതൊക്കെ കാത്തിരുന്ന് ജനങ്ങൾ വിലയിരുത്തട്ടെ. ആ കാര്യത്തിലുള്ള ഒരു വിലയിരുത്തൽ നടത്താൻ മാത്രമുള്ള ശേഷി കേരളത്തിന്റെ പൊതുസമൂഹത്തിനുണ്ടല്ലോ. വളരെ നന്ദി ശ്രീ രാജു എബ്രഹാം, ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ശ്രീ എൻ രാധാകൃഷ്ണൻ, ശ്രീ CR നീലകണ്ഠൻ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചതിൽ.